ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു എന്ന് ഞാൻ കരുതുന്നു. ഞാൻ വാസ്തവത്തിൽ ഈ സബ്ജക്റ്റ് ഒരു 2 ദിവസം കൊണ്ട് തീർത്തുകൊണ്ട് മറ്റു ചില കാര്യങ്ങളോട് നിങ്ങളോട് പറയണമെന്നാണ് ഞാൻ ചിന്തിച്ചത്. പക്ഷേ നമുക്ക് അത്രയും വേഗത്തിൽ പോകാൻ കഴിയില്ല. എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് കാലം നോക്കിയാൽ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടുന്ന പ്രായം നോക്കിയാൽ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടുന്ന കാലമായിട്ടും പ്രായമായിട്ടും ഇപ്പോഴും ദൈവിക അരുളപ്പാടുകളുടെ ആദ്യഭാഗങ്ങൾ ഉപദേശിച്ച് തരേണ്ടുന്നത് ആവശ്യമായിരിക്കുന്നു. വാസ്തവത്തിൽ ദൈവവചനം നന്നായിട്ട് മനസ്സിലാക്കണമെങ്കിൽ കർത്താവ് ബുദ്ധിയൊക്കെ വേണം. ഇവിടെ എന്തെങ്കിലും PhD ഉണ്ടാക്കാൻ കഴിയില്ല. വചനം മനസ്സിലാകണേ കർത്താവ് തുറക്കണം ബുദ്ധിയെ. പ്രാർത്ഥിക്കുന്നെങ്കിൽ ആ നിലയിൽ വേണം പ്രാർത്ഥിക്കാൻ. കർത്താവ് വചനത്തെ മനസ്സിലാക്കാൻ എന്റെ ബുദ്ധിയെ അവിടുന്ന് തുറക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ദിവസങ്ങൾ പറഞ്ഞു വന്നതിന്റെ തുടർമാനമായുള്ള ചിന്തകളിലേക്കാണ് ഇന്ന് രാത്രി നമ്മൾ വീണ്ടും പ്രവേശിക്കുന്നത്. പ്രാർത്ഥനയോട് നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. റോമലേഖനം 8-18 വാക്യത്തെ ആസ്പദമാക്കിയാണ് ദൈവവചനം നമ്മൾ പ്രധാനമായും ചിന്തിച്ചു വന്നത്. അതില് ഒന്നാമത്തെ ദിവസം നമ്മൾ ചിന്തിച്ചത് നീതീകരണം, 2ാം ദിവസം നമ്മൾ ചിന്തിച്ചത് വിശുദ്ധീകരണം, ഇന്നലെ നമ്മൾ ചിന്തിച്ചത് തേജസ്കരണത്തിന്റെ 2 ഘട്ടങ്ങളുണ്ട് എന്ന് ഇന്നലെ നമ്മൾ ചിന്തിച്ചു. ഒന്ന് വർത്തമാനകാല തേജസ്, 2 ഭാവികാല തേജസ്. ഇന്നലെ അവിടെ നമ്മളുടെ വർത്തമാനകാല തേജസ്സാണ്. ഈ കാലഘട്ടത്തിൽ നമുക്ക് വഹിക്കുവാൻ കഴിയുന്ന, ചുമക്കുവാൻ കഴിയുന്ന വർത്തമാനകാല തേജസ്സിനെ കുറിച്ചാണ് ഇന്നലെ നമ്മൾ ചിന്തിച്ചത്. ഇന്ന് ഭാവികാല തേജസ് എന്നുള്ള ഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധയിൽ തിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് നിങ്ങളുമായി ഒത്തിരി കാര്യങ്ങൾ പങ്കുവെക്കണമെന്ന് ഇന്ന് രാത്രി എനിക്ക് ആഗ്രഹമുണ്ട്. നിങ്ങൾ വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കണമെന്ന് വിശേഷാൽ ഞാൻ അറിയിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലാകുന്നത് പോലെ ഇരുന്നാൽ എനിക്ക് പറയാൻ എളുപ്പമായിരിക്കും. ഞാൻ 9 വർഷം ഒരു ബൈബിൾ കോളേജ് അധ്യാപകനായിരുന്നു. അതിനു മുമ്പ് ഞാൻ പാരൽ കോളേജ് ടീച്ചറായിരുന്നു. പിന്നെയാണ് ബൈബിൾ കോളേജ് അധ്യാപകനായിരുന്നത്. അപ്പോൾ ഒരുപാട് വർഷത്തെ ഈ അധ്യാപന പാരമ്പര്യം പഴക്കം എനിക്കുള്ളതുകൊണ്ട് ഞാനൊരു പ്രീച്ചർ ആണെങ്കിലും ടീച്ചിങ് വരും. അപ്പൊ പ്രീച്ചിങ്ങും ടീച്ചിങ്ങും കൂടെ ഒന്നിച്ചു പോകുന്നത് കൊണ്ട് ഈ ശ്രോതാക്കളുടെ പ്രതികരണം എല്ലായ്പ്പോഴും എന്നെ ബാധിക്കും. സ്തോത്രം. അതുകൊണ്ട് നിങ്ങൾ വളരെ ഗൗരവത്തോടെ ഇരിക്കണമെന്ന് ഞാൻ ആത്മാവിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയും കർത്താവ് നമ്മളോട് സംസാരിക്കുകയാണ്. നമ്മൾ വായിച്ചത് 8-ാം അധ്യായം 18-ാമത്തെ വാക്യമാണ്. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എഴുതുന്നു. അപ്പം നമ്മിൽ വെളിപ്പെടുവാനുള്ള നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ച ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്നതാണ്. അപ്പം തേജസ്സിന്റെ 2 മേഖലയുണ്ട്. നമ്മൾ പറഞ്ഞു വർത്തമാനകാല തേജസ്, 2 ഭാവികാല തേജസ്. ഇവിടെ ഈ പറയുന്ന നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് എന്ന് പൗലോസ് പറയുന്നത് ഇവിടെ നിന്നിട്ടല്ല. ഇന്നലെ നമ്മൾ ചിന്തിച്ചത് 3-ാം സ്വർഗത്തിൽ പോയ സ്വർഗം ഏതൊക്കെയാ? 1-ാം സ്വർഗം, 2-ാം സ്വർഗം, 3-ാം സ്വർഗം. 1-ാം സ്വർഗം നക്ഷത്ര മണ്ഡലമാണ്. 2-ാം സ്വർഗം ദൂതന്മാർ അധിവസിക്കുന്ന സ്ഥലമാണ്. 3-ാം സ്വർഗം അത്യുന്നതനായ ദൈവം സിംഹാസനത്തിൽ ഇരിക്കുന്ന, ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്ന സ്ഥലമാകുന്നു 3-ാം സ്വർഗം. പൗലോസ് എത്തി നിൽക്കുന്നത് ഈ 3-ാം സ്വർഗത്തിലാണ്. ഈ 3-ാം സ്വർഗത്തിൽ നിന്നാണ് പൗലോസ് ഈ തേജസ് കണ്ടത്. അതെ, ശ്രദ്ധിച്ച്, നാം ഈ തേജസ് എന്ന് പറയുമ്പോൾ എന്താണ് ഇതിന്റെ പ്രാധാന്യത? ഇതിന്റെ 19-ാം വാക്യത്തിലേക്ക് നോക്കി. റോമലേഖനം 8-19 വാക്യം 19. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ നിങ്ങൾ ശ്രദ്ധിച്ചേ. ആരാണ് സൃഷ്ടി? സൃഷ്ടി അത് ചെയ്യുന്നു, ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ എന്ത് ചെയ്യുന്നു? അപ്പൊ ഇവിടെ 2 വിഷയങ്ങളുണ്ട്. ഒന്നാമത്തത് സൃഷ്ടി, 2 ദൈവപുത്രന്മാർ. അപ്പൊ സൃഷ്ടി ഈ ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ എന്ത് ചെയ്യുന്നു? ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. എന്റെ ചോദ്യം, ആരാണ് സൃഷ്ടി?
ആരാ സൃഷ്ടി? നമ്മൾ. അങ്ങനെ ദൈവോത്തരന്മാരാരാ? സൺസ് ഓഫ് ഗോഡ്. ആരാ സൺസ് ഓഫ് ഗോഡ്? നമ്മളെന്ന് പറയാനുള്ള ധൈര്യമില്ല. ആരാ സൺസ് ഓഫ് ഗോഡ്? നമ്മൾ. അങ്ങനെയാണ് സൃഷ്ടിയാണ്. ക്രിയേറ്റർ. ആരാ ക്രിയേറ്റർ? ഗോഡാണ് ക്രിയേറ്റർ. ലോകം മീൻസ് സൃഷ്ടി എന്ന് പറഞ്ഞാൽ പൂച്ച, പട്ടി ഉൾപ്പെടെയുള്ള ജന്തുലോകവും തേക്കും തെങ്ങും ഉൾപ്പെടെയുള്ള സസ്യലോകം. അപ്പൊ ഈ സൃഷ്ടി എന്ത് ചെയ്യുന്നു? വെളിപ്പാടില് നമ്മൾ അറിയിട്ടില്ല. പൂച്ചയും പട്ടിയും വരാൻ നമുക്ക് ഈ വെളിപ്പാട് ഉണ്ടാക്കാൻ കാത്തിരിക്കുക. നമുക്കിത് പിടികിട്ടിട്ടില്ല. മനസ്സിലാക്കുന്നു ഇതിന്റെ പ്രാധാന്യത എന്താ? സൃഷ്ടി കാത്തിരിക്കുക. എന്തിനാണ്? ഇവിടെ വളർത്തുന്ന പട്ടിയൊന്നും ഇല്ലാത്തത് കൊണ്ട് നാട്ടിലെ കാര്യം പറയാം. അമ്മാമ്മ ബൈബിൾ എടുത്ത് കക്ഷത്തി വെച്ചോണ്ട് കൂട്ടായ്മ ഇറങ്ങിയപ്പോ കൂട്ടിക്കിടന്ന് അൽസേഷൻ കുരച്ചു. അപ്പൊ അമ്മാമ്മ പറഞ്ഞു പോയിട്ട് പെട്ടെന്ന് വരാമെന്ന്. അമ്മാമ്മ ഓർത്തു ആരാധനയ്ക്ക് പോകുന്നതിന്റെ സങ്കടത്തിൽ പട്ടി വച്ചാണ്. പട്ടി പറഞ്ഞ് ഇന്നേ മര്യാദയ്ക്ക് വെളിപ്പാട് പ്രാപിച്ചിട്ട് വരാനാവും. സൃഷ്ടി മലയാളം. ഞാൻ ഈ സൃഷ്ടി ആരാണെന്നറിയാൻ എനിക്ക് ലഭ്യമായ സോഴ്സുകൾ മുഴുവൻ ഉപയോഗിച്ച് ഞാൻ പഠിച്ചു. സൃഷ്ടി എന്ന് പറയുന്നത് ഇവിടുത്തെ സസ്യലോകവും ജന്തുലോകവും. ഇത് നമുക്കൊരു വെളിപ്പാടുണ്ടാകാൻ കാത്തിരിക്കുക. ഏത് വെളിപ്പാട്? ഞാൻ നിർത്തി, ഞാൻ പോവാ. ഏത് വെളിപ്പാട്? അല്ലല്ല, നമ്മളെന്തോ പറഞ്ഞുകൊണ്ടിരുന്നേ? എന്തോ തേജസ്. ഈ തേജസിന്റെ വെളിപ്പാട് നമ്മളകത്തുണ്ടാകാൻ ആര് കാത്തിരിക്കുക? സൃഷ്ടി കാത്തിരിക്കുക. നമുക്കിത് പിടികിട്ടിട്ടില്ല. ഓ, അപ്പൊ എന്തിനാ ഈ സൃഷ്ടി കാത്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ 20 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു അവ മനഃപൂർവ്വമായിട്ടല്ല. 20 വാക്യത്തിലേക്ക് സൃഷ്ടി ദൈവത്വത്തിന്റെ ദാസ്യത്വത്തിൽ നിന്ന് വിടുതൽ, ദൈവമക്കളുടെ തേജസ്സായിട്ടുള്ള സ്വാതന്ത്ര്യം പ്രാപിക്കും എന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. 21 വാക്യം മനഃപൂർവ്വമായിട്ടല്ല, അതിനെ കീഴ്പ്പെടുത്തിയവന്റെ കൽപ്പന നിമിത്തം അത്രേ. കണ്ടോ? അപ്പൊ ദൈവമാണ് ഇതിനകത്ത് ഇങ്ങനെ ഒരു ബോധം കൊടുത്തത്. അതിനെ കീഴ്പ്പെടുത്തിയവന്റെ കൽപ്പന നിമിത്തം സൃഷ്ടി കാത്തിരിക്കുക. അല്ലെ? മനസ്സിലാകുന്നു? എങ്ങനെ മനസ്സിലാകും? പിടികിട്ടിയോ? ശ്രദ്ധിച്ചേ. 20 വാക്യം. സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്വത്തിൽ നിന്നുള്ള വിടുതൽ. അപ്പൊ സൃഷ്ടി ഇപ്പൊ എവിടെ കിടക്കുക? ഏത് ദാസ്യം? ദ്രവത്വത്തിന്റെ. ഇനി ശ്രദ്ധിച്ചേ, ഈ ആദമിന്റെ മുന്നിലൂടെ കടത്തി വിട്ടപ്പോ പിന്നെ ആദം ഇട്ടതല്ല അവരുടെ പേരായി. അപ്പൊ രാജവെമ്പാല ആദമിന്റെ മുന്നിലൂടെ പോയപ്പോ അടുത്തു നിന്ന് ആഞ്ഞിലിയോടെ പുറത്ത് കയറി നിന്നിട്ടാണ് പേരിട്ട രാജവെമ്പാല. പിന്നെ എന്റെ ചിന്ത ഞാൻ പറയാം. ബാബാ സുരേഷ് എന്ന് പറഞ്ഞ പുള്ളി കേട്ടിട്ടില്ല. ബാബാ സുരേഷ് രാജവെമ്പാലെ പിടിച്ച് മാല ഇടുന്നത് പോലെ എന്റെ ചിന്ത ഞാൻ പറയുക. ആദം രാജവെമ്പാല എടുത്ത് തോളെ കൊണ്ട് ഇട്ടിട്ട് അതിന്റെ തലയിലൊക്കെ ഒന്ന് തട്ടിയിട്ട് ഇട്ട പേരാണ് രാജവെമ്പാല. ഇന്ന് ആർക്കെങ്കിലും പോയി രാജവെമ്പാലത്തിന്റെ തലയിലൊന്ന് തൊട്ടിട്ടോ? സിംഹം വന്നപ്പോ തേക്കിന്റെ പുറത്ത് നിന്നിട്ടല്ല സിംഹത്തെ സിംഹം എന്ന് വിളിച്ചത്. അതിന്റെ ജടയിൽ കൂടെ കൈ ഒഴിച്ചിട്ട് സിംഹത്തെ അതിനെ വിളിച്ച പേരാണ് സിംഹം. ഇന്ന് സിംഹത്തിന്റെ ജടയിൽ കൈ ഒഴിക്കാവോ? എന്തോ ഒന്ന് സംഭവിച്ചു. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചേ. ഇപ്പൊ മൃഗങ്ങൾ കണ്ണില്ലാത്ത എന്തോ ഒരു സ്വഭാവം ഇന്നുണ്ടായി. ഇനി ഈ സ്വഭാവം മാറുന്ന ഒരു കാലമുണ്ട്. അന്നുണ്ടല്ലോ കുഞ്ഞുങ്ങളെ എന്ന് സർപ്പത്തിന്റെ പൊത്തിൽ കൈയിടുക. കടിക്കണ്ടായോ സർപ്പം?
സിംഹം കറവ പോലെ പുല്ല് തിന്നുക, ആടിനെ തിന്നുണ്ടായി. അല്ല വിളിക്കുന്നുണ്ടോ? ചിലപ്പൊന്നും മനസ്സിലാക്കില്ല. ഞാൻ എന്തോ ചെയ്യാൻ, ഞാൻ കുറ്റവാളിയില്ല. സിംഹത്തിന് ആടിനെ തിന്നണ്ടേ? ഞാൻ പറയാം, ഇന്ന് സത്യത്തിൽ ഒരു പാമ്പ് ഒരുത്തനെ കൊത്താൻ നിൽക്കുമ്പോ എന്റെ ഈ വാക്യത്തോടുള്ള ബന്ധത്തിൽ ചിന്തിച്ചാൽ ഞാൻ പറയും, പാമ്പ് പറയും, എന്റെ പൊന്നു ചേട്ടാ എന്നോട് ക്ഷമിക്കണം, നിങ്ങളെ കൊത്താൻ ഒരു മനസ്സും ഉണ്ടായിട്ടല്ല, വെളിപ്പാട് വാങ്ങിച്ച ഈ പരിപാടി നിർത്തിക്കോളാമെന്ന് പറഞ്ഞ് ഈ പാമ്പ് കൊത്തുന്നേ. നമുക്ക് വെളിപ്പാട് കിട്ടിയാ പിന്നെ കൊത്തോ? പറയണേ ഇല്ല. അന്ന് അവിടെ തന്നെ സർപ്പത്തിന്റെ പറ്റി കൈയിട്ടിട്ട് പുള്ളി അനങ്ങുന്നില്ല. കാരണം ഇതിന്റെ അനങ്ങാൻ സൃഷ്ടി എന്ത് ചെയ്യുക? ദ്രവത്വത്തിന്റെ ദാസ്യത്വത്തിൽ കിടക്ക്. വാസ്തവത്തിൽ ഈ സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്വത്തിൽ നിന്നും പുറത്തു വരണമെങ്കിൽ നമ്മുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യം നമ്മൾ പ്രാപിച്ച പറ്റുന്നുള്ളൂ. ആയിരമാണ്ട് വാഴ്ചയിൽ സർപ്പത്തിന്റെ പൊത്തിൽ കുഞ്ഞുങ്ങളെ കൈയിട്ടിട്ട് സർപ്പം കുഞ്ഞുങ്ങളെ കടിക്കാതിരിക്കാനുള്ള നമ്മുടെ തേജസ് വെളിപ്പെടും. മനസ്സിലാക്കിയിട്ടാണ് ഈ കൈയടിക്കുന്നത്. മനസ്സിലാക്കിയിട്ടാണ്. ഈ ഇപ്പൊ നാട്ടിൽ തെരഞ്ഞെടുപ്പിന്റെ കാലമാണല്ലോ. തെരഞ്ഞെടുപ്പിന്റെ കാലം എന്ന് പറയുമ്പോൾ എല്ലാവരും വന്ന് മുദ്രാവാക്യം വിളിക്കാൻ ഇറങ്ങുന്ന ഒരു കാലമാണ്. മുദ്രാവാക്യം എന്ന് പറഞ്ഞാൽ കട്ട മുദ്രാവാക്യമാണ്. കേട്ടിട്ടില്ലേ? ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, പുല്ലപ്പോയോ മലയാളി കയ്യൂരിൽ കൈവെള്ളൂരിൽ ഇഞ്ചിഞ്ചായി മരിച്ചവര് നിങ്ങളുടെ തന്നെ ചോരയിൽ നോക്കിയ ചെഞ്ചോരക്കൊടി പാറിക്കും പാറിക്കും പാറിക്കും. ഇതൊന്നും 85 വയസ്സുള്ള അമ്മച്ചിക്കൊന്നും മനസ്സിലാകില്ല. അപ്പൊ ഒരു വലിയ ജാഥയുടെ പിന്നിൽ ഈ അമ്മച്ചി നിൽക്കുക. ഇവരെ അവരുടെ കട്ടിയുള്ള വാക്കൊക്കെ പറയുന്നുണ്ട്. അമ്മച്ചിക്കൊന്നും മനസ്സിലായില്ല. അമ്മച്ചി ഒടുവിൽ നോക്കിയിട്ട് മുദ്രാവാക്യം വിളിക്കാനും പറയുന്നു, പറ്റുന്നില്ല. അമ്മച്ചിയോട് പറഞ്ഞു, ഞാനും അറിയിലാണ്. അതല്ല, മുൻപിൽ നിൽക്കുന്നവർ വിളിച്ചു പറഞ്ഞ മുദ്രാവാക്യത്തിലാണ് ഞാൻ എന്നതുപോലെ അടുത്തിരിക്കുന്ന ആള് കൈയടിക്കുന്നത് കണ്ടോണ്ട് ചുമ്മാ ഇതിന് കൈയടിക്കല്ല, മനസ്സിലാക്കിയിട്ടാ കൈയടിക്കാവോ? ശബ്ദം ഉയർത്തി ഒരിക്കൽ കൂടെ. സൃഷ്ടി കാത്തിരിക്കുക നമ്മുടെ അകത്ത് തേജസ്സിന്റെ വെളിപ്പാടുണ്ടാകും. നമുക്ക് ഇതുവരെ ഇത് പിടികിട്ടിട്ടില്ല. അതങ്ങനെ ഇതൊക്കെ പ്രസംഗിക്കാൻ ആളുണ്ട്. എന്റെ മുന്ന് പിന്നെ ഇതൊക്കെ പ്രസംഗിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ ഡിമാൻഡ് ഒന്നുമില്ല. ആളുകൾ കത്തത്തില്ല. ആളുകൾ കത്താതിരിക്കുമ്പോ നാളെ ഒരു ചാൻസ് ഇല്ല. വന്നിട്ട് എന്തെങ്കിലും വലിയ കത്തലൊന്നും ഇല്ലായിരുന്നു. കാര്യം ഇച്ചിരി കട്ടിയുള്ള സംഭവമാണ് പറഞ്ഞു. മറ്റേത് നിന്നെ ബന്ധിച്ച് വട്ടമിട്ട് പോരാടി വ്യാപരിച്ച ഓലമണ്ഡലങ്ങൾ ഒടിഞ്ഞു വീഴുന്നത് പോലെ എന്നൊക്കെ പറഞ്ഞായിരുന്നെങ്കിൽ പൊക്കി എടുത്തോണ്ട് പോയി 10 മണിക്ക് ഫ്രീ ആണോ? അടുത്താണ് 10:50 വന്നാലോ? ഇത് പറയുന്ന നീതി വേണ്ടൊന്നുമില്ല. വേണ്ട, ഇല്ല, നല്ലത് തന്നെയാണ് ഇത് പറയുന്നത്. എന്റെ പൊന്നു പ്രിയരെ, ഇത് പറയുന്നതിന്റെ കാര്യം എന്താണെന്ന് ഞാൻ അവസാനം പറയാം. ഞാനൊരു ഉണർപ്രസംഗനായിട്ട് തുടങ്ങിയ ആളാണ്. പക്ഷേ സംഭവങ്ങൾ തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞപ്പോ എന്റെ ഉണർവിന്റെ പ്രസംഗം എന്നെ താത്തു വെച്ചു. ഉണർവിനോട് വിരോധം ഉണ്ടായിട്ടൊന്നുമല്ല. നിങ്ങൾ തുള്ളുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ തുള്ളും. നിങ്ങൾ ഇവിടെ എങ്ങനെ ഉരുളുമോ അതിനേക്കാൾ കൂടുതൽ ഉരുളുന്ന ഉള്ളിയാണ് ഞാൻ. എനിക്ക് നല്ലതുപോലെ ആരാധിക്കണമെങ്കിൽ ഈ ഹോള് പോരാ. പക്ഷെ അതെല്ലാം താഴ്ത്തി വെച്ച് ഈ കാര്യം പറയുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? കാര്യങ്ങളെ തിരിച്ചറിയണം. ചുമ്മാ ഈ നൂറാവോടെ കച്ചവടമല്ല. നിന്റെ അകത്ത് തേജസ്സിന്റെ വെളിപ്പാടുണ്ടാകാൻ പൂച്ചയെ വട്ടി കാത്തിരിക്കുക. നമ്മൾ ഇതുവരെ തേജസ്സിനെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലില്ല. നമ്മളകത്തുണ്ടായിരുന്ന വെളിപ്പാട് ഏത് വെളിപ്പാടാ? തേജസ്സിന്റെ വെളിപ്പാടാ. കേൾക്കുന്നുണ്ടെങ്കിൽ രാമേമാണ്. നിങ്ങൾ പിണങ്ങാതിരിക്കുകയാണ്. ഞാനൊരു കാര്യം പറയാം. സ്തോത്രം. ബൈബിള് പുതിയ നിയമം ദീർഘായുസ് ആശംസിക്കുന്നില്ല കേട്ടോ.
ഉണ്ടാകും. പുതിയ നിയമം ദീർഘായുസ് ആശംസിക്കുന്നില്ല. പുതിയ നിയമത്തിൽ ഒറ്റ വാക്യമുള്ളൂ, ദീർഘായുസ്. ഒറ്റ വാക്യം. അതെവിടെ അറിയും? നിനക്ക് ദീർഘായുസ് ഉണ്ടാകേണ്ടതിന്റെ അപ്പനെ അമ്മയും അവിടെ മാത്രമേ പറയുന്നു, വേറെ ഒരിടത്തും പറയുന്നില്ല. അതെന്തിനാ മാസ്റ്ററെ വേറൊന്നും പറയാതെ അവിടെ തന്നെ പറഞ്ഞത്? അതെ, പ്രായമുള്ള അപ്പനെ അമ്മയെ നോക്കാൻ അങ്ങനെയെങ്കിലും ആളുണ്ടാകട്ടെ എന്ന് ഓർത്താ. മനസ്സിലാക്കപ്പോലിരിക്കുക. ദീർഘായുസിന്റെ കാര്യം പറഞ്ഞിട്ടെങ്കിലും അപ്പനെ അമ്മയെ നോക്കാൻ ആളുണ്ടാകട്ടെ എന്ന് ഓർമ്മ പരിശുദ്ധാത്മാ പറഞ്ഞ. മനസ്സിലാക്കുന്നുണ്ടോ? അവിടെ മാത്രമേ ദീർഘായുസ് എന്ന് പറഞ്ഞിട്ടുള്ളൂ, വേറെ ഒരിടത്തും ദീർഘായുസ് പറഞ്ഞിട്ടില്ല. കാരണം പുതിയ നിയമം ആശംസിക്കുന്നത് ദീർഘായുസല്ല, പുതിയ നിയമം ആശ്വസിക്കുന്നത് നിത്യതയോ. പൗലോസ് പറയുന്നത് വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിപ്പാൻ എനിക്ക് കാഴ്ചയുണ്ട്, അത് അത്യുത്തമമല്ലോ. അപ്പൊ ഭക്തന്റെ ആഗ്രഹം എന്തുവാ? വിട്ടുപിരിഞ്ഞ് നമ്മളവർക്ക് അതൊക്കെ ഭയങ്കര സ്പിരിച്വൽ ജൈൻസിന്റെ ആഗ്രഹമാണ്. അല്ല, നിന്റെ ആത്മാവിന്റെ ആഗ്രഹമായിരുന്നു. ഞാൻ തെളിയിക്കാം. 22 ഞാൻ വായിക്കാമേ, നിങ്ങൾ ശ്രദ്ധിക്കാമേ. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിലെത്തിയേക്കും. ഉള്ളിൽ എങ്ങനെ? ആര്? ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചവനായ നാം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിലെത്തിയുക. ഞരങ്ങുക. ഉള്ളിൽ ഒരു ആത്മാവ് ഞരങ്ങുന്നത് കേട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ കൈ ഒന്ന് നിർത്തിയത്. അമ്മമാര് കേട്ടിട്ടുണ്ടെ അച്ഛാ കൂർക്കം വലിച്ചത് സ്വന്തം. ആ ഞരക്കം നമ്മൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഇരിക്കാനോ? നമ്മൾ കേട്ടാലും കേട്ടില്ലേലും രക്ഷിക്കപ്പെട്ടവരുടെ ഉള്ളിൽ ഒരു ഞരക്കം നടക്കുക. എന്തിനാണെന്നറിയോ? ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട്. അപ്പൊ നമ്മുടെ അകത്തെ ആത്മാവ് എന്ത് ചെയ്യുക? നമ്മുടെ അകത്തെ ആത്മാവിന്റെ ആഗ്രഹം എന്തുവാ? ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വം സംഭവിക്കണം. നിങ്ങൾക്കറിയാമോ? ഒരു പച്ച പനന്തത്തെ പിടിച്ച് ഒരു സ്വർണ്ണ കൂടിനകത്തിട്ടിരിക്കുകയും രാവിലെയും വൈകിട്ടും അതിന് പാലും പഴം കൊടുക്കുന്നു. 3-4 മാസങ്ങളായി ഞാൻ പച്ചപ്പനന്തത്തെ വളർത്തുക. ഒരു ദിവസം പാലും പഴവും കൊടുക്കവേ കൂടടയ്ക്കാൻ ഞാൻ മറന്നുപോയി. എന്റെ ചോദ്യം, ഈ തത്ത കൂടിന്റെ അകത്ത് പാലും പഴവും തരുന്നാളല്ലേ, പാസ്റ്ററല്ലേ, പാവല്ലേ എന്ന് പറഞ്ഞ് കൂട്ടിലിരിക്കുമോ? തത്ത എന്ത് ചെയ്യും? പറന്നു പോകും. തത്തയ്ക്ക് സ്വർണ്ണക്കൂട് വിഷയമല്ല, തത്തയ്ക്ക് പാലും പഴവും വിഷയമല്ല, തത്തയ്ക്ക് ആകാശത്തിന്റെ സ്വാതന്ത്ര്യമാണ് തത്തയ്ക്ക് വിഷയം. ഇതേ ക്രമത്തിൽ രക്ഷിക്കപ്പെട്ട ആത്മാവ് നമ്മുടെ ശരീരമായ കൂടിന്റെ അകത്ത് ഞരങ്ങുക. എന്തിനാണെന്നറിയാമോ? ഈ കൂടൊന്ന് പൊഴിയാം. ഒരിക്കൽ കൂടെ എന്റെ സഹോദരിമാരെ, രക്ഷിക്കപ്പെട്ടവരുടെ അകത്തെ ആത്മാവ് അതിന്റെ ഒരു ഞരക്കമുണ്ട്. ഞരക്കെന്തിനെന്നറിയോ? ഇതൊന്ന് പൊളിഞ്ഞിട്ട് വേണം മേലോട്ട് പോകാൻ. പിടികിട്ടുള്ള സഹോദരന്മാരെ, നമ്മുടെ അകത്തെ ഞരക്കുക, പക്ഷെ നമുക്കിത് പിടികിട്ടിട്ടില്ല. അപ്പൊ സൃഷ്ടി കാത്തിരിക്കുന്നു, നമ്മുടെ അകത്തെ ആത്മാവ് കാത്തിരിക്കുന്നു. എന്തിന്? നമ്മിൽ വെളിപ്പെടുവാനുള്ള അങ്ങനെ ഈ ശരീരം പൊളിഞ്ഞാൽ, അതുകൊണ്ടാണ് പൗലോസ് 2 ലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്നത്, കൂടാരമായ ഞങ്ങളുടെ ഭൗമ ഭവനം പൊളിഞ്ഞു പോയാൽ
അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ട്. അപ്പൊ ഞങ്ങൾ വേണ്ടിയിരിക്കുക എന്തിനറിയാമോ? കൂടാരമായി ഈ ഭൗമ ഭവനം ഒന്ന് അഴിഞ്ഞു മാറണം. പ്രിയപ്പെട്ടവരെ, നിത്യതയെ മനസ്സിലാക്കിയാൽ ഏത് മനുഷ്യന്റെ കോടി ഇതായിരിക്കും. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ്, എപ്പോഴാണ് നമ്മിൽ തേജസ് വെളിപ്പെടുന്നത്? രണ്ടു കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്ന്, ഈ തേജസ്സിനെ കുറിച്ച് ജീവകാലത്ത് വെളിപ്പാടുണ്ടാകാൻ സൃഷ്ടി കാത്തിരിക്കുന്നു. രണ്ട്, രക്ഷിക്കപ്പെട്ട നമ്മുടെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ ഞരങ്ങുന്നു. മനസ്സിലായോ? ഈ സൃഷ്ടി കാത്തിരിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? അതെ, 22 സൃഷ്ടി എങ്ങനെ കാത്തിരിക്കുന്നത് നോക്കി. സർവ സൃഷ്ടിയും ഇന്നുവരെ ഒരുപോലെ ഞരങ്ങി എന്തോ നോവാ ഈറ്റുനോവെന്ന് പറഞ്ഞ എന്തോ നോവാ? ലേബർ പെയിൻ. അപ്പൊ നമ്മളകത്ത് വെളിപ്പാടുണ്ടാകാൻ സൃഷ്ടിക്കുണ്ടാകുന്ന വേദന ഏത് വേദനയാണ്? ഈറ്റുനോവ്. അപ്പൊ അതുങ്ങൾ എന്തുമാത്രം ആഗ്രഹിക്കുന്നുണ്ടെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നിങ്ങളുടെ ഫ്ലാറ്റിന്റെ മുൻപിൽ നിൽക്കുന്ന മരത്തിന്റെ ഇല കൂട്ടായ്മയ്ക്ക് വരുന്നതിന് മുമ്പ് ആടിയപ്പം നമ്മൾ പറഞ്ഞു ഭയങ്കര കാറ്റ്. അത് കാറ്റുകൊണ്ടൊന്നുമല്ല, അത് പറഞ്ഞത് ഇന്നെങ്കിലും പോയി വെളിപ്പാട് പ്രാപിച്ചോ വരാനാണോ. എങ്ങനെ കാത്തിരിക്കുന്നറിയോ? ഈറ്റുനോവോട് ഉണ്ടോ? അപ്പൊ ഒന്ന്, സൃഷ്ടി കാത്തിരിക്കുന്നു. എങ്ങനെ കാത്തിരിക്കുന്നു? ഞാൻ നിർത്തി, ആശീർവാദം പറഞ്ഞു. ഞാൻ ഇടയ്ക്ക് പ്രസംഗത്തിന്റെ ഇടയ്ക്ക് പറയുന്ന ഒരു വാക്കുണ്ട്, ഏതപ്പ കോതമംഗലം. എന്നാ പറഞ്ഞാലെന്ത്, എവിടെയായി ശ്രദ്ധിക്കുന്നു? എങ്ങനെ കാത്തിരിക്കുന്നു? ഈറ്റുനോവോടെ. ശ്രദ്ധിക്കുന്നവരെ ഈറ്റുനോവോടെ കാത്തിരിക്കുന്നു, സൃഷ്ടി കാത്തിരിക്കുന്നു. രണ്ട്, നമ്മുടെ ഉള്ളിലെ ആത്മാവ് ചെയ്യുന്നു, ഞരങ്ങി കാത്തിരിക്കുന്നു. എന്തിനാ? തേജസ്സിന്റെ വെളിപ്പാടുണ്ടാകും. ചോദ്യം, എന്നാ ഈ തേജസ് വെളിപ്പെടുന്നത്? എന്നാ വെളിപ്പെടുന്നത്? ഒന്നുകിൽ കർത്താവിന്റെ വരവിൽ, അല്ലെങ്കിൽ എന്റെ മരണത്തിൽ. കർത്താവിന്റെ വരവിൽ എന്താ സംഭവിക്കുന്നത്? ഗൗരവത്തോടെ ശ്രദ്ധിക്കണം. അവിടെ 3 ശബ്ദമുണ്ട്. ഒന്ന്, പറയല്ലേ, യഹോവയുടെ ഇടയനാകുന്നു. യഹോവയുടെ ഇടയനാകുന്നു, അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും. പിന്നെ എന്താണ് യഹോവയെ? അറിയാം. കുറഞ്ഞ പക്ഷെ ആ വാക്യം പഠിക്കേ. എങ്ങനെ? കർത്താവ് ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോ, അപ്പൊ തേജസ് വെളിപ്പെടുന്ന സമയം എപ്പോൾ? ഒന്നുകിൽ എന്റെ മരണത്തിൽ, അല്ലെങ്കിൽ എന്റെ വരവിങ്കൽ എന്തൊക്കെ സംഭവിക്കും? 3 പ്രധാനപ്പെട്ട ശബ്ദങ്ങൾ. ഒന്ന്, കർത്താവിന്റെ ഗംഭീര നാദം. 2, പ്രധാന ദൂതന്റെ ശബ്ദം. 3, ദൈവത്തിന്റെ കാഹളം. എന്തിനായി 3 ശബ്ദം? നാട്ടിലെ വിവാഹ നിശ്ചയത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ട്. പിന്നെ ഈ ചെറുക്കനെയും പെണ്ണിനെ വേദി വിളിച്ചിരുത്തിയിട്ട് അച്ഛനായാലും പാസ്റ്ററായാലും തെറ്റുപോയി. നമ്മളെല്ലാവരും വിളിച്ചു വരുത്തിയതിന്റെ ഉദ്ദേശം ഉത്തരവാദപ്പെട്ട ആരെങ്കിലും ഇപ്പോൾ മുന്നോട്ട് വന്ന് പറയും. എന്റെ ചോദ്യം, വിളിച്ചു വരുത്തിയതിന്റെ ഉദ്ദേശം നമുക്കറിയത്തില്ലായിരുന്നെങ്കിൽ അവിടെ തന്നെ ചെന്നിരിക്കാൻ കാര്യം എന്താ? വേറെ ഇവിടെ പോയിരിക്കുന്നില്ലായിരുന്നു. വിളിച്ചു വരുത്തിയതിന്റെ ഉദ്ദേശം അറിയാവുന്നതുകൊണ്ടല്ല ഈ ഓഡിറ്റോറിയത്തിൽ തന്നെ വന്നേ. ഇന്നെന്തിനാ ഇത് പറയുന്നത്? ചുമ്മാ. അത് കഴിയുമ്പോൾ 2 അപ്പന്മാര് വേദി കയറി നിൽക്കും. ഒരാൾ ചോദിക്കും കത്ത് കൊടുക്കട്ടെ, വേറെ ആൾ ചോദിക്കുന്നു കത്ത് വാങ്ങട്ടെ. അപ്പൊ സദസ്സിലിരുന്ന് ഒരാൾ പറയുക കത്ത്
കൊടുക്കണ്ട. കത്ത് കൊടുക്കാൻ ഇറങ്ങി പോരുമോ? കത്ത് കൊടുക്കാനാണ് അപ്പം കയറിയില്ലെങ്കിൽ അപ്പം കത്ത് കൊടുത്തിട്ട് ഇറങ്ങത്തുള്ളൂ. പിന്നെ എന്തിനാ ചോദിക്കുന്നത്? ചുമ്മാ ഒരു രീതി. പണ്ട് ഈ സാക്ഷ്യത്തിന് സന്തോഷിപ്പിക്കുന്ന പാട്ട് പാടുന്ന ഒരു ഇടപാടുണ്ട്. നിങ്ങൾക്കറിയാം? അറിയില്ല. അങ്ങനെ ഒരു ഇടപാടുണ്ട്. ഈ സാക്ഷ്യം പറയുന്നത് സന്തോഷിപ്പിക്കുന്ന പാട്ട്. ഒരച്ചായി സിയോ ഗീതാവിലെ 2800 പാട്ട് തപ്പിയിട്ട് സന്തോഷിപ്പിക്കുന്ന പാട്ട് കിട്ടിയില്ല. ഒടുവിൽ ഇങ്ങനെ ആകപ്പാടെ തപ്പി വന്ന കൂട്ടത്തിൽ ഒരു പാട്ട് കിട്ടി, യേശു മഹോന്നതനെ മഹോന്നതൻ. അപ്പോ അച്ഛന് ഈ പാട്ട് കൊണ്ട് സാക്ഷ്യത്തിന് എഴുന്നേറ്റ് പാടി തുടങ്ങി. യേശു മഹോന്നതനെ മഹോന്നതനെ എന്ന രീതി എന്ന് പാടി കഴിഞ്ഞപ്പോൾ അച്ഛന് മനസ്സിലായത് അത് പാട്ടല്ല, എന്ന രീതിയിൽ എഴുതിയേക്കുക. ഇതുപോലെ പലതും ചെയ്യുന്ന ഒരു രീതി. കർത്താവിന്റെ കാലനാളം എന്ന് പറയുന്നത് ഒരു രീതിയല്ല. അതിനകത്ത് വെളിപ്പെടുന്ന അസാധാരണ ദൈവിക പദ്ധതിയുണ്ട്. കർത്താവിന്റെ ഗംഭീര നാളും ഇത് ദൈവത്തിന്റെ ആജ്ഞയുടെ ശബ്ദമാണ്. ഈ ശബ്ദത്തിലാണ് ക്രിസ്തുവിൽ മരിച്ചവർ അക്ഷരായി ഉയർത്തുന്നത്. എന്തിനാ പ്രധാന ദൂതന്റെ ശബ്ദം? ഈ ശബ്ദത്തിൽ എന്താ സംഭവിക്കുന്നത്? ഉയർത്തെഴുന്നേൽക്കുന്ന വിശുദ്ധന്മാരെ അന്തരീക്ഷ മണ്ഡലത്തിൽ കോട്ട കെട്ടി തടയാൻ ദുരാത്മ മണ്ഡലങ്ങൾ അണിനിരക്കുമ്പോൾ ക്രിസ്തു തന്റെ വായിലെ ശ്വാസത്താൽ അവരെ ഒതുക്കി കളയുമെന്ന വചനം പോലെ വിശുദ്ധന്മാരുടെ പുനരുത്ഥാനത്തെ തടയുന്ന ദുരാത്മ വ്യാപാരത്തെ ഒട്ടിക്കളയുന്ന ശബ്ദമാണ് പ്രധാന ദൂതന്റെ ശബ്ദം. എന്തിനാ ദൈവത്തിന്റെ കാരണം? ഈ കാരണത്തിങ്കലാ ജീവനോട് ശേഷിക്കുന്നവരായ നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ വേഗത്തിൽ എടുക്കപ്പെടുന്നത്. കർത്താവിന്റെ ഗംഭീരനാഥം പ്രധാന ദൂതന്റെ ശബ്ദം ദൈവത്തിന്റെ കാരണം. നിങ്ങൾക്കറിയാമോ? കർത്താവിന്റെ വരവ് അടുക്കൽ വാതുക്കൽ എത്തി നിൽക്കുന്ന ഒരു കാലത്താണ് ഞാൻ നിങ്ങൾ നിൽക്കുന്നത്. ജീസസ് കർത്താവിന്റെ വരവ് അടുക്കൽ വാതുക്കലാണ്. അവനെ നിങ്ങൾ ശ്രദ്ധിച്ച പ്രാവചനികമായി ഞാൻ എന്തോ ഒരു ദിവസം പരാമർശിച്ചു. പ്രാവചനികമായി മുഴുവൻ സംഭവങ്ങളും ഒരുമിച്ച് അണിനിരുന്ന ഒരു കാലം ഇതുപോലെ ഉണ്ടായിട്ടില്ല. ശൈലികൾ മുഴുവൻ അവൻ വെളിപ്പെട്ട് നിൽക്കുന്ന ഒരു കാലമാണ് ഈ കാലം. അതുകൊണ്ട് ഞാനും നിങ്ങളും മരണത്തെ പുൽകുന്നതിന് മുൻപ് എന്റെയും നിന്റെയും ജീവകാലത്ത് കർത്താവായ യേശു ക്രിസ്തു വേഗത്തിൽ വെളിപ്പെടുവാനുള്ള കാലം. ജീസസ് പിടി കിട്ടുന്നുണ്ട്. ആമേൻ പറ. കാര്യഗൗരവത്തിലേക്ക് കയറിവാ, കാര്യഗൗരവത്തിലേക്ക് കയറിവാ. ആത്മീയ ജീവിതം കയ്യടിയും അന്യഭാഷയും ആത്മീയ ജീവിതം ഫയർ മാത്രമല്ല. ആത്മീയ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട്. ആത്മീയ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ കര വിട്ട് ആ കരയിൽ ചേരുക എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാമോ? വെളിപ്പാട് പുസ്തകത്തിലും കർത്താവിന്റെ പ്രഭാഷണങ്ങളിലും പറഞ്ഞ മുഴുവൻ പ്രാവചനിക സംഭവങ്ങളും 1, 2 എന്ന ക്രമത്തിൽ വെളിപ്പെട്ട സമയമായി സമയം. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം വായിക്കുമ്പോൾ സൂര്യൻ കരിപ്പട പോലെ കറക്കും. ഒരു സൈനാണ് അവന്റെ വരവിന് തൊട്ടുമുമ്പുള്ള ഒരു സൈൻ. സൂര്യൻ കരിമ്പട പോലെ കറക്കും. നിങ്ങൾക്കറിയാമോ? നാസ പുറത്തുവിട്ട റിപ്പോർട്ടിൽ അവർ പറയുന്നത് സൂര്യനെ കത്തിക്കുന്ന ഇന്ധനം തീർന്നുകൊണ്ടിരിക്കുന്നു, സൂര്യനിൽ കറുത്ത സ്പോട്ടുകൾ വർദ്ധിക്കുന്നു. ബൈബിൾ പറയുന്നു ഇത് കരിമ്പട പോലെ കറക്കും. അവർ പറയുന്നു കറുത്ത സ്പോട്ടുകൾ വർദ്ധിക്കുന്നു. സൂര്യൻ കറുത്താൽ ചന്ദ്രൻ രക്തതുല്യമായിരിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇതൊക്കെ വീഡിയോ പ്രസന്റ് ചെയ്യേണ്ട ഭാഗങ്ങളാണ്. ഈ കഴിഞ്ഞ ദിവസം എന്റെ ഒരു സ്നേഹിതൻ എനിക്ക് ഒരു ലിങ്ക് അയച്ചു തന്നു. സൂര്യൻ ചുമന്നു വരുന്നു, സൂര്യൻ ചുമന്നു വരുന്നു. ഇത് വെറും പ്രസംഗകരുടെ പ്രസംഗ ഭാഷയല്ല. അവൻ സയന്റിഫിക്കലി അവൻ തെളിയിക്കപ്പെട്ട സത്യമാണ്. ചന്ദ്രൻ കറക്കുന്നു, സൂര്യൻ രക്തതുല്യമാകുന്നു, പിന്നെ നക്ഷത്രം താഴോട്ട് വീഴും.
അവിടെ എഴുതിയിരിക്കുന്നത്, വെളിപാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്, അത്തിവൃക്ഷം പെരുങ്കാറ്റ് കൊണ്ട് കുലുങ്ങിയിട്ട് കാൽ ഉതിർക്കും പോലെ ആകാശത്ത് നിന്ന് നക്ഷത്രം ഭൂമിയിൽ വീണു. നിങ്ങൾ ശ്രദ്ധിച്ച്, ഇത് സംഭവിച്ചില്ല പ്രിയരെ. ഷുമാക്കർ ലവി എന്ന് പറയുന്ന ഒരു സാധനം ആകാശത്ത് നിന്ന് വീഴുന്നു എന്ന് പറഞ്ഞ് പേടിച്ചത് മറന്നുപോയോ? ഈ അടുത്ത സമയത്ത് നാസ പുറത്തുവിട്ട ഒരു റിപ്പോർട്ടിൽ അവർ പറയുന്നത്, ഭൂമിയേക്കാൾ 3 ഇരട്ടി വലിപ്പമേറിയ ഒരു സാധനം ഭൂമിക്ക് നേരെ 15 കിലോമീറ്റർ വേഗതയിൽ വന്നുകൊണ്ടിരിക്കുന്നു. ശാസ്ത്രം പരാജയപ്പെട്ടാൽ 2088 അത് ഭൂമിയുമായി കൂട്ടിയിടിക്കും. എന്റെ ചോദ്യം, ശാസ്ത്രം എവിടെ വിജയിച്ചിട്ടുണ്ട്? കിഡ്നി മാറ്റിവെക്കുന്നതിന് ശാസ്ത്രം വിജയിച്ചിട്ടുണ്ട്, ഹാർട്ട് മാറ്റിവെക്കുന്നതിന് ശാസ്ത്രം വിജയിച്ചിട്ടുണ്ട്, മജ്ജ മാറ്റിവെക്കുന്നതിന് വിജയിച്ചിട്ടുണ്ട്. പക്ഷേ പ്രകൃതിയോട് കളിക്കുന്നതിൽ ശാസ്ത്രം വിജയിച്ചിട്ടുണ്ടോ? അത് ദൈവത്തിന്റെ പരിധിപ്പെട്ട കാര്യം. ശാസ്ത്രത്തിന് കളിക്കാൻ പറ്റത്തില്ല. ഇന്തോനേഷ്യയുടെ സുമാത്രയിലുണ്ടായ ഭൂകമ്പം 2500 കിലോമീറ്റർ അകലെ കേരളത്തിന്റെ ചെറിയഴീക്കൽ ഉൾപ്പെടെയുള്ള തീരങ്ങൾ തല്ലി തകർത്തപ്പോ ഇവിടെ വിപുലമായ ശാസ്ത്ര സംവിധാനം ഇല്ലായിരുന്നോ? ഏതൊരു സയന്റിസ്റ്റ് പറഞ്ഞോ അവിടെ നിന്നാണ് ഞങ്ങൾ ഈ സിസ്റ്റം ഒന്ന് ഇവിടെ സെറ്റ് ചെയ്യട്ടെ, അത് കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞോ? പറയാൻ പറ്റിയോ? ഭൂകമ്പത്തെ തടയാൻ എന്തെങ്കിലും കണ്ടുപിടുത്തം ഇവിടെ ഉണ്ടായോ? സുനാമിയെ തടയാൻ കണ്ടുപിടുത്തം ഇവിടെ ഉണ്ടായോ? സുനാമി മുന്നറിയിപ്പുകളുണ്ട്, ഭൂകമ്പ മുന്നറിയിപ്പുകളുണ്ട്, പക്ഷെ തടയാൻ സംവിധാനമുണ്ടോ? അതുകൊണ്ടാണ് പറഞ്ഞത്, പ്രകൃതിയോട് കളിക്കാൻ ശാസ്ത്രം വളർന്നിട്ടില്ല. ഈ കരിമ്പടം പോലെ അവയെ കറുക്കും, ചന്ദ്രൻ രക്തതുല്യമാകും, അത്തിവൃക്ഷം പെരുങ്കാറ്റ് പോലെ കൊണ്ട് കുടുങ്ങിയിട്ട് അത്തിക്കായി അടർന്ന് താഴെ വീഴുന്നത് പോലെ താഴേക്ക് വീഴും. പിന്നെ അടുത്തത് എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയാമോ? സ്തോത്രം. അടുത്ത വാക്യം. അതെ, പുസ്തകച്ചുരുൾ ചുരുട്ടും പോലെ ആകാശം മാറിപ്പോയി. ഇതെന്റെ പ്രമേയമല്ല, എങ്കിലും പറഞ്ഞു വന്ന കൂട്ടത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി പറയുക. പുസ്തകച്ചുരുൾ ചുരുട്ടും പോലെ ആകാശം മാറിപ്പോയി. ഓസോൺ പാളിയിൽ വിള്ളലുണ്ടാവില്ല, വിള്ളൽ കുറയുകയല്ല, വിള്ളൽ കൂടുക. ഇപ്പൊ സ്തോത്രം, തുണി വെട്ടിക്കീറുന്നത് പോലെ ഓസോൺ പാളിയിൽ വിള്ളലുണ്ടായി. ആമേ, വിവിധ ഇടങ്ങളിലേക്ക് ഇത് വലിഞ്ഞു മാറിപ്പോയി. ഇനി ഇതല്ല, ഇത് പുസ്തകച്ചുരുൾ ചുരുട്ടുമ്പോൾ ആമേ, ഈ സാധനം, ഈ സ്ക്രീൻ ഇവിടെ അതിന്റെ റോളിൽ ചുരുട്ടിയെടുത്താൽ അതേ ക്രമത്തിൽ ഈ ആകാശം ഈ പ്രപഞ്ചമണ്ഡലത്തിൽ നിന്ന് ചുരുണ്ടു മാറിപ്പോകുവാൻ പോകുന്നു. തെളിവ് ഓസോൺ പാളിയിലെ വിള്ളൽ. ഇത് തീർന്നില്ല. സ്തോത്രം. എല്ലാ മലയും ദ്വീപും സ്വസ്ഥാനത്തിൽ നിളങ്ങി. 2 വർഷത്തിന് മുമ്പ് വരെ ഇത് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ലായിരുന്നു. എന്നാൽ ഇപ്പോ ഇത് വിശ്വസിക്കാം. കാരണം ചില ദ്വീപുകൾ സ്വസ്ഥാനത്തിൽ നിലങ്ങി. റിക്ടർ സ്കെയിലിൽ 8 മാത്രം രേഖപ്പെടുത്തിയ ഒരു കൊച്ചു ഭൂകമ്പം ജപ്പാനിൽ ഉണ്ടായപ്പോ എന്താ സംഭവിച്ചത്? അവിടുത്തെ സമയം 13 സെക്കൻഡ് മാറിപ്പോയി. 13 സെക്കൻഡ് മാറിയത് മാത്രമല്ല, ജപ്പാൻ എന്ന ദ്വീപിൽ നിന്ന് പ്ലേറ്റ് തെന്നി മാറിപ്പോയി. ഈ വചനം എന്താ പറയുന്നത്? എല്ലാ മലയും ദ്വീപും സ്വസ്ഥാനത്തും നിളങ്ങി. ഇങ്ങനെ കൊണ്ട് തുടങ്ങി. വേദപുസ്തക ചരിത്രത്തിൽ എന്തെല്ലാം സംഭവിക്കുമെന്ന് പ്രവചന ഭാഷയിൽ എഴുതിയിട്ടുണ്ടോ? ഇത് മുഴുവൻ സാമ്പിൾ ഡോസ് അടിച്ച് ദൈവം കാണിച്ചു. ദൈവം പറഞ്ഞു ഇത് സംഭവിക്കാൻ പോകും. മനസ്സിലാകുന്നുണ്ട്? കൊട്ടിപ്പാടി ഇരിക്കാനുള്ള നേരല്ല ഇത്. അവൻ എങ്ങനെയും ജീവിതത്തെ ക്രമീകരിച്ച് ആത്മനിർഭരം പ്രാപിച്ച് വിശുദ്ധിയെ തികച്ച് അക്കരെ പോകാനുള്ള കാലമായത്. സ്ഥാനത്തിനും മാനത്തിനും ചർച്ച പഠിപ്പിച്ചതിനു വേണ്ടി നടക്കാനുള്ള സമയമല്ല ഇതെന്ന്. ഭാഗ്യവശാൽ തോമസിന്റെ വഴി വന്നേക്ക് കേട്ടോ. കർത്താവ് നിങ്ങളെ രക്ഷിച്ചിരിക്കുക. ഈ രക്ഷ എന്നൊക്കെ പറഞ്ഞാൽ എന്റെ പൊന്നു സഹോദരന്മാരെ ആർക്കും ഒരു വിലയൊന്നുമില്ല. അമ്മേ, ബൈബിൾ പറഞ്ഞു ഇത്ര വലിയ രക്ഷ നമുക്ക് വല്ല അറിയാവോ? പണ്ട് നമ്മൾ യാക്കോബായിലും കത്തോലിക്കയിലും മർത്തോമായിലും പോയി കുരിശുമരത്ത് നിന്നും. ഇവിടെ ഇപ്പൊ കുരിശുവര ഇല്ലെന്നേ ഉള്ളൂ. സ്തോത്രം. ബാക്കി അവിടുത്തെ ഭക്തി തന്നെ ഇവിടെ വേറൊരു വ്യത്യാസവും വര ഇല്ലെന്നേ ഉള്ളൂ. വരയ്ക്കുന്നതിന് ഞാനെതിരൊന്നുമല്ല. സ്തോത്രം. ഒരു കാര്യം ഞാൻ പറയാം, വരയ്ക്കുന്നവനല്ല അർത്ഥം അറിയത്തില്ല, അർത്ഥം അറിയുന്നവനൊട്ടും വരയ്ക്കത്തുമില്ല. അതായത് സത്യം. ഗ്ലോറി. അപ്പൊ ഇപ്പോ നമുക്ക് നമ്മുടെ സ്ഥാനമൊന്ന് മാറിയതേ ഉള്ളൂ, അല്ലാതെ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പൊ കർത്താവിന്റെ മരം വാതിക്കലറിയില്ലേ? അമ്മേ അമ്മേ അമ്മേ, നെടിയാതെ ഭയപ്പെടണമെന്ന് റോമലേഖനം 11-ാം അധ്യായം പറയുന്നു. എങ്ങനെ ഭയപ്പെടണം? പറ, ഒന്നുകൂടെ പറ. വയറൊക്കെ നാളെ തൊട്ട് ഇവിടെ ഭയങ്കര സംഭവമായിരിക്കും. റൈസുബ്രദർ വരുന്നു. അതുവരെ ഞാനിവിടെ ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ ഇട്ടിട്ട് പോകും. ബാക്കി പുറകെ വരുന്നുണ്ട്. ഗ്ലോറി. സോദരം. അപ്പൊ ദുബൈയിൽ എന്താ നടക്കാൻ പോകുന്നത്? അത് ഞാൻ പറയാം.
കത്തൽ പിന്നെ കുത്തല. അവിടെ ഇതുവരെ കത്തലായിരുന്നു, ഇനിയിപ്പോ നാളെ തൊട്ട് കുത്തല. അതാ എന്റെ പ്രമാണം. ആദ്യം കത്തൽ പിന്നെ കുത്തൽ. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ ആദ്യം അവരെന്ത് ചെയ്തു? കത്തി. പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് കുത്തുകൊണ്ടത്. അപ്പൊ ആദ്യം കത്തൽ പിന്നെ കുത്തൽ. ഇവിടെ ആദ്യം ഫൗണ്ടേഷൻ ഇട്ട് വെക്കുകയാണ്. സ്വതന്ത്രം. ബാക്കി വന്നിപ്പോ കത്ത. ചേർന്ന രാമൻ പറഞ്ഞേ. അപ്പൊ നിനക്ക് ഈ ആത്മപകർച്ചയൊക്കെ തരുന്നത് ഇവിടുത്തെ ചെയർ തല്ലി ഓടിക്കാനും സ്തോത്രം നിന്റെ എന്താ ഇവിടുത്തെ മണിയുടെ വരുന്നു ദീർഘം നിന്റെ ദീർഘത്തിന്റെ ശേഖരം വർദ്ധിപ്പിക്കാൻ വേണ്ടിയല്ല, നിന്നെ എങ്ങനെയും അക്കരെ കൊണ്ടുപോകാൻ വേണ്ടിയാ. രക്ഷയെ കുറിച്ച് നമുക്ക് വലിയ കാഴ്ചപ്പാട്. രക്ഷ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ശിക്ഷയിൽ നിന്നുള്ള വിടുതല രക്ഷ. അതെന്തോ മാസമേ ശിക്ഷ നരകം. അപ്പൊ രക്ഷയോ? രക്ഷ നിത്യത. ചിലര് പറഞ്ഞാൽ നരകമൊക്കെ ഇവിടെ തന്നെ. അതാരാണ്ട് ചുമ്മാ അപ്പൂപ്പൻ കഥ പറഞ്ഞതാ. നരകം ഇവിടെ ഒന്നും അല്ല. നരകം ശരിക്കും ബൈബിളും സയൻസും ഒരുപോലെ സ്ഥാപിക്കുന്ന സംഭവമാണ് നരകം. ഹലോ സ്വാതന്ത്ര്യം. അത് പറയാൻ എനിക്കൊരു നിയോഗം, അതൊന്നും പറയാനിരുന്നല്ലോ കേട്ടോ, പറയാൻ ഒരു നിയോഗം ഉണ്ടാകുന്നതുകൊണ്ട് ഞാൻ പറയാം. നരകം എവിടെ? നരകം ഉണ്ടോ? ഉണ്ട്. ഇല്ലെങ്കിൽ പിന്നെ ബൈബിൾ തെറ്റാ. നരകമുണ്ടോ? ഉണ്ട്. എവിടെ? ഈയോ പറയുന്നു മനുഷ്യൻ ഭൂമിയിൽ ആകാരം ഉണ്ടാക്കുന്നു, അതിന്റെ അതോ ഭാഗം തീ കൊണ്ടെന്നതുപോലെ തിളച്ചു മറിയുന്നു. ഇവിടെ ആകാരം ഉണ്ടാക്കാം, ഇതിന്റെ അടിയിൽ തീ കൊണ്ടെന്നതുപോലെ തിളച്ചു മറിയുക. ആ തിളച്ചു മറിയുന്ന അഗ്നിക്കടലിൽ നമ്മൾ വിളിക്കുന്ന പേരെന്താ? അതാ ലാവ. ഈ അടുത്ത സമയത്ത് റഷ്യൻ സയന്റിസ്റ്റുകൾ നടത്തിയ പഠനത്തിൽ അവർ പറഞ്ഞത് ഈ ലാവ 5000 ഡിഗ്രി സെൽഷ്യസിൽ കത്തിമറിയുക. എത്ര? 5000 ഡിഗ്രി സെൽഷ്യസ്. ഞാൻ പറയാം, ഭൂമിയുടെ അധോ ഭാഗം വേദപുസ്തക പ്രാമാണിക ഭാഷയിൽ 3 കമ്പാർട്ട്മെന്റുകളാണ്. കേൾക്കണം, 3 കമ്പാർട്ട്മെന്റുകൾ. ഒന്നാമത്തെ കമ്പാർട്ട്മെന്റ് പർദീസ, രണ്ടാമത്തെ കമ്പാർട്ട്മെന്റ് യാതനാസ്ഥലം, മൂന്നാമത്തെ കമ്പാർട്ട്മെന്റ് അധമപാതാളം. ഈ അധമപാതാളത്തെയാണ് കത്തുന്ന തീപ്പൊയ്ക എന്ന് വിളിക്കുന്നത്. ഇതിന്റെ മീതെയുള്ള യാതനാസ്ഥലം ഇപ്പോൾ ക്രിസ്തുവിനെ കൂടാതെ മരിക്കുന്ന മുഴുവൻ ആളുകളെ ചെന്നു ചേരുന്ന സ്ഥലമാണ്. ഇതിന്റെ മീതെയുള്ള പർദീസ, ഇവിടെയാണ് പഴയ നിയമ ഭക്തന്മാർ വിശ്രമിച്ചത്. മരണാനന്തരം യേശു എന്ന സ്ഥലം പർദീസ. ഇതിനെ ബെസ്മുക്കാനെയും കുട്ടി നരകമൊന്നുമില്ല കേട്ടോ, അതൊക്കെ ആരോടെ പഠിപ്പിക്കുന്നത് മനസ്സിലായത് കാര്യം. അപ്പൊ ഞാനൊന്ന് വിവരിക്കാം. ഏറ്റവും അടിയിൽ അധമപാതാളം അഥവാ കത്തുന്ന നരകം. ഇവിടെ നരകം കത്തുന്നു എന്ന് പറഞ്ഞാൽ മുമ്പേ ഞാൻ പറഞ്ഞു 5000 ഡിഗ്രി സെൽഷ്യസിലാണ് ഇത് കത്തുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അത് പറഞ്ഞത് 5000 ഡിഗ്രി സെൽഷ്യസിൽ ഇത് കത്തുക മാത്രമല്ല, അതിന്റെ മീതെ ചലിക്കുന്ന മുട്ട പോലെയുള്ള എന്തോ ഒന്നുണ്ടെന്ന്. അവർക്കതിനെ മുട്ട എന്ന് പറയുന്നത് അറിയപ്പെടും. എന്നാൽ ആത്മാവിൽ വെളിപ്പാട് പറയുന്ന അഭിഷക്തനോട് ചോദിക്കുന്നത് അത് മുട്ടയാണോ? അവർ പറയും അല്ല, ചാകാത്ത പുഴു. ഇതുകൊണ്ടാ കർത്താ പറഞ്ഞ അവിടെ അവരെ തീ കൊണ്ട് ഉപ്പിടുക. എന്തുവാ തീ കൊണ്ട്? 4ാം തലമുറ പെന്തക്കോസ്തുകാരനായിട്ടും തീ കൊണ്ട് ഉപ്പിടുമെന്ന് പറയുന്ന ഭാഗം വായിക്കുമ്പോ എനിക്കങ്ങ് ചിരിയാണ്. തീ കൊണ്ട് അങ്ങനെ ഉപ്പിടും. നിങ്ങളുടെ തീ കൊണ്ട് അങ്ങനെ ഉപ്പിടും. മാങ്ങ ഉപ്പിലിടുന്നത് കേട്ടിട്ടുണ്ട്. തീ കൊണ്ട് അങ്ങനെ ഉപ്പിലിടുന്നത് അത് മനസ്സിലാക്കാൻ മാങ്ങ ഉപ്പിലിടുന്നത് എന്തിനാന്ന് പറഞ്ഞാൽ മാങ്ങ എന്തിനാ സഹോദരങ്ങൾ ഉപ്പിലിടുന്നത്? കേടാകാതിരിക്കാൻ. മാങ്ങ ഉപ്പിന്റെ അകത്ത് കേടാകാതെ കിടക്കുന്നത് പോലെ ഈ മനുഷ്യൻ 5000 ഡിഗ്രി കത്തുന്ന തീക്കകത്തോട് എന്ന കേടില്ലാതെ കിടക്കുമെന്നായി പറഞ്ഞതിന്റെ അർത്ഥം പിടികിട്ടുന്നില്ല. നമ്മൾ പറഞ്ഞ തീക്കകത്ത് വീഴുമ്പോൾ ചാകുന്നു. 100 ഡിഗ്രി ചൂടുണ്ടെങ്കിൽ ശരീരത്തിൽ 80% ചൂടേറ്റാൻ മരിച്ചു പോകും. എന്നിരിക്കെ 5000 ഡിഗ്രി ചൂടുള്ള ഈ അഗ്നിത്തടാകത്തിനകത്ത് മനുഷ്യൻ വീണ ചാകുകയല്ല. തീയുടെ നീറ്റലും വേദനയെല്ലാം ഉണ്ട്. തീയുടെ ചൂടെന്ന് പറഞ്ഞ ഭയങ്കര. ഈ അടുത്ത ഒരു 2-3 വർഷത്തിന് ബൈക്കിൽ നാഷണൽ ഹൈവേയിൽ കരുനാഗപ്പള്ളിയിൽ ഒരു ഗ്യാസ് ടാങ്കർ ലോറി മറിഞ്ഞു. തീ പിടിച്ചപ്പോൾ പലരും മരിച്ചു. മരിച്ച കൂട്ടത്തിൽ സ്തോത്രം ആമേൻ ഒരുത്തന് ഗുരുതരമായി പൊള്ളലേറ്റ മനുഷ്യൻ പൊള്ളലേറ്റ് കഴിഞ്ഞപ്പോ ഓടി അടുത്തു കണ്ട അടഞ്ഞു കിടന്ന വീടിന്റെ ജനാലയുടെ കൈവീശി അടിച്ചപ്പോ എന്താ സംഭവിച്ചതെന്നറിയാമോ? ഒരു ഗ്ലൗസ് ഊരി പോരുന്നത് പോലെ ഈ കയ്യിൽ നിന്ന് തൊക്കും മാംസവും നരമ്പും ഉൾപ്പെടെയുള്ള ഭാഗം അസ്ഥിയിൽ നിന്ന് ഇങ്ങ് ഊരിപ്പോരുന്നു. ഇതിന്റെ ചിത്രം പത്രങ്ങൾ പ്രസിദ്ധീകരിച്ചു. നിങ്ങൾ കണ്ടു കാണും. നരകത്തിന്റെ ചൂടിന്റെ ഭീകരത ഭയങ്കരമാണ്.
ഇത്രയും ചൂടിനകത്ത് മനുഷ്യൻ വീണാലും ചാകുകയില്ല. ഇത് അനുഭവിക്കുകയുള്ളൂ, ചാകത്തില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ അവിടെ കരച്ചിൽ പല്ലുകടിയുണ്ട്. അവിടെ രസകരമായ ഒരു സംഭവമുണ്ട്. കരയണമെങ്കിൽ വാ തുറക്കണം, പല്ല് കടിക്കണമെങ്കിൽ വായ അടയ്ക്കണം. ഇത് രണ്ടും കൂടെ ഒന്നിച്ച് കാണുന്ന സ്ഥലമാണ് നരകം. അതിന്റെ റീസൺ എന്താണ് പുറകാലം പറയാം. അതിന്റെ റീസൺ എന്താണ് പറയാൻ എനിക്കറിയാം, പക്ഷേ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വിടുക. അതിന്റെ റീസൺ ഉണ്ട് കേട്ടോ. സോ അപ്പൊ ഇതാണ് അധമബാധ. ഇതിലേക്ക് ആരും പോയിട്ടില്ല, പോകാനിരിക്കുന്നതേ ഉള്ളൂ. എപ്പോഴാണെന്നറിയാമോ? ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും തീപ്പൊയ്യിൽ തള്ളിക്കളയും. എപ്പോഴാണെന്നറിയോ? അതിനു മുമ്പ് വെക്കുന്ന ഒരു ന്യായാസനമുണ്ട്. അതിന്റെ പേര് വെള്ള സിംഹാസനം. ഒരു വെള്ള സിംഹാസനം, ഒരു വെള്ള സിംഹാസനം. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൽ കാണുന്നു. ഒരു വെള്ള സിംഹാസനം അവിടെ വെക്കുന്നു. ഈ വെള്ള സിംഹാസനത്തിന് മുമ്പിൽ മരിച്ചവനെ ആധാരവൃത്തത്തെ എഴുന്നേൽപ്പിച്ചു. അറിയാ? മരിച്ചവരെ ഒന്നിച്ചോടാ. മരിച്ചവർ ആധാരവൃത്തം. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 11-ാം വാക്യം. മരിച്ചവർ 20-ാം അധ്യായം 11-ാം വാക്യം. ഞാൻ വലിയ ഒരു വെള്ള സിംഹാസനവും കേട്ടോ, ഞാൻ വലിയ ഒരു വെള്ള സിംഹാസനവും അതിൽ ഒരുവൻ ഇരിക്കുന്നത് കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി. അവയെ പിന്നെ കണ്ടില്ല. കേട്ടോ, ആരാ മരിച്ചവർ ഒന്നിച്ചു പറയാം. ഇവിടെ എനിക്കൊരു ഒരു തിരുത്ത് പറയാനുണ്ട്. കുഞ്ഞുങ്ങളോട് സ്നാനപ്പെടാൻ പറയുന്നത് 10th കഴിയട്ടെന്ന് അവർ മമ്മിമാർ പറയുന്നത് 12th കഴിയട്ടെന്നാ പറയുന്നത്. എന്താ ലിമിറ്റ് ആയത്? 10th 12th. ഹലോ, നിങ്ങൾ ഇവിടെ കണ്ടോ? ആരാ നിൽക്കുന്നത്? ആബാലവൃത്തം എന്ന് പറഞ്ഞാൽ എന്തുവാ? ചെറിയവരും വലിയവരും എന്ന് പറഞ്ഞാൽ ആബാലവൃത്തം മലയാളത്തിന്റെ അർത്ഥം പറയാം. ബാലന്മാർ മുതൽ ഒരു മനുഷ്യന്റെ ആയുസിന് 5 ഘട്ടം: ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം. അപ്പൊ ദൈവത്തിന്റെ കണക്ക് പുസ്തകത്തിൽ വെള്ളസിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്ന കാലം ശൈശവം ഒഴികെ ബാല്യം മുതൽ. ബാല്യം തുടങ്ങുന്നത് എഴുതുക. എത്ര വയസ്സിലായിരിക്കും? എന്റെ കണക്കിൽ ഒരു 8 വയസ്സ് മുതലെങ്കിലും ബാല്യം തുടങ്ങും. അത് വേണേ ശൈശവം എന്ന് പറയാം. കർത്താവിന്റെ പുസ്തകത്തിൽ എന്ന് മുതലാണ് കയറുന്നത്? എന്തോ ബാല്യം മുതൽ കയറുക. നമ്മൾ പറയുന്നത് കൊച്ചിനെ 10th കഴിഞ്ഞിട്ട് സ്നാനപ്പെടുത്താൻ സ്നാനം. അതിനു മുമ്പ് കർത്താവ് വന്നാൽ നീ എന്തോ ചെയ്യും? അപ്പനുമേ കണക്ക് പറയേണ്ടി വരും. ഹിന്ദുവിന്റെ കൊച്ചും മുസ്ലിമിന്റെ കൊച്ചും ക്രിസ്ത്യാനിയുടെ കൊച്ചും ശൈശവത്തിലാണ് മരിക്കുന്നെങ്കിൽ നിത്യത കാണും. പക്ഷേ ബാല്യത്തിൽ കയറിയ ഇവിടെ നിൽക്കും, സിംഹാസനത്തിന്റെ മുമ്പിൽ നിൽക്കും. മനസ്സിലാകുന്നുണ്ടോ? കുഞ്ഞുങ്ങളെ കുറിച്ച് ഗൗരവമായി ചിന്തിച്ചോ. രക്തജയം, രക്തജയം. മൗനമായിരിക്കുന്നു. കൊച്ചിന് സ്നാനപ്പെടണമെന്ന് പറഞ്ഞാൽ അതിനെ പിടിച്ച് സ്നാനപ്പെടുത്തണം. അമ്മേ, നമ്മൾ പറയുന്നത് കാര്യം തിരിച്ചറിഞ്ഞിട്ട് സ്നാനപ്പെടുത്തിയാൽ പോരെ. എടാ, ഇതെല്ലാം ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ കാണാതെ പഠിച്ചവൻ കൃപ നിൽക്കുന്നില്ല, പഠിച്ചിട്ട് നിൽക്കുന്നില്ല. പണ്ടത്തെ അപ്പന്മാർ PM പോലെയുള്ള കർത്തവ്യദാസന്മാർ നിത്യതയിൽ വിശ്രമിക്കുന്നവർ 9ാമത്തെ വയസ്സ് സ്നാനപ്പെട്ടതാ. ചാകാരനൊക്കെ പ്രാഗൽഭ്യത്തിലാ മരിച്ചേ. ഇവിടെ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ പഠിച്ചിട്ട് കൃപ നിൽക്കുന്നില്ല. ഇനി പഠിക്കുന്നതിനകത്ത് വല്ല കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ കൊച്ചിന് സ്നാനപ്പെടണമെന്നുണ്ടെ പിടിച്ച് സ്നാനപ്പെടുത്താൻ. ഒന്നുകിൽ കർത്താവിന്റെ വരമോ ഒരു മരണമോ സംഭവിച്ചാൽ ആർക്കറിയും? പിടികിട്ടുന്നുണ്ടോ? ഇവിടെ മരിച്ചവർ ആബാലവൃത്തം. അടുത്തത് ജീവന്റെ പുസ്തകങ്ങൾ തുറന്നു. പുസ്തകങ്ങൾ തുറന്നു. അപ്പൊ സ്വർഗത്തിൽ പുസ്തകമല്ല, പുസ്തകങ്ങളുണ്ട്. ഏതൊക്കെ പുസ്തകങ്ങൾ? 1 സ്മരണയുടെ പുസ്തകം, 2 ഓർമ്മയുടെ പുസ്തകം, 3 ജീവന്റെ പുസ്തകം. അപ്പൊ പുസ്തകങ്ങൾ തുറന്നു. അതിലൊരു പുസ്തകമാണ് ജീവന്റെ പുസ്തകം. എന്നിട്ട് എന്താ കാണുന്നത്? സ്തോത്രം. ജീവന്റെ പുസ്തകങ്ങൾ തുറന്നു. എന്നിട്ട് താഴോട്ട് വായിച്ചു വരുമ്പോൾ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളി. ഇവിടെ ഒരു കുട്ടി ജനിച്ചാൽ പഞ്ചായത്തിന്റെ ജനന രജിസ്റ്ററിൽ പേര് രേഖപ്പെടുത്തുന്നത് പോലെ
ഒരു വിവാഹം നടന്നാൽ കച്ചേരിയിലെ വിവാഹ രജിസ്റ്ററിൽ പേര് രേഖപ്പെടുത്തുന്നത് പോലെ, ഒരാൾ മരിച്ചാൽ മരണ രജിസ്റ്ററിൽ പേര് രേഖപ്പെടുത്തുന്നത് പോലെ, ഒരുവൻ യേശുവെ എന്ന് വിളിച്ച് യേശുവിലേക്ക് നോക്കിയാൽ തുറക്കപ്പെട്ട സ്വർഗത്തിൽ തുറന്നു പിടിച്ച പുസ്തകത്തിൽ ദൂതന്മാർ അവരുടെ പേരുകൾ എഴുതുന്നു. ആ പുസ്തകത്തിന്റെ പേര് ജീവപുസ്തകം. ഇതിൽ പേരില്ലാത്തവരെ എവിടെ തള്ളും? അവിടെ തള്ളിയിടുമെന്ന് എഴുതിയിരിക്കുന്നത്. തള്ളിയിടും. അതെന്തിനാ തള്ളിയിടുന്നതെന്ന് അറിയാം? നമ്മെ ഈ തീപ്പൊയ്യെ കണ്ടാൽ ഒരുത്തരും അങ്ങോട്ട് പോകത്തില്ല. മുൻകാലം മുന്നോട്ട് ചവിട്ടി പുറമോട്ടാൻ നിപ്പ് നിന്ന് കഴിഞ്ഞാൽ JCB കൊണ്ട് തള്ളുന്നത് പോലെ ദൂതന്മാർ ഇവന്മാരെ തള്ളിക്കളഞ്ഞു. പിടികിട്ടുന്നുള്ള രാമേ പറഞ്ഞു. ഇതിന്നാ നമ്മള് രക്ഷപ്പെട്ടു. രക്ഷ എവിടുന്ന് അത് പിടികിട്ടിയോ? രക്ഷ എവിടുന്ന് അത് പിടികിട്ടിയോ? കടത്തിനല്ല, പ്രശ്നത്തിനല്ല, രോഗത്തിനല്ല. നീ രക്ഷപ്പെട്ടത് അതിനകത്തു നല്ല വിടുതൽ ഉണ്ടായിട്ടുള്ളു. പക്ഷെ നീ രക്ഷപ്പെട്ടത് ഈ നരകത്തിൽ നിന്നാണ്. ഓ ഇതിന്റെ തൊട്ടുമീതെ ഒരു കമ്പാർട്ട്മെന്റ് ഉണ്ട് കേട്ടോ. സ്തോത്രം. അതാ യാതനാസ്ഥലം. യാതനാസ്ഥലത്ത് ചൂടില്ല, തീയില്ല, പക്ഷെ ചൂടുണ്ട്. സഹോദരിമാർ വിചാരിക്കുക കലത്തിലെ വെള്ളം തിളയ്ക്കാൻ കലത്തിനകത്താണ് തീയിട്ടത് അതോ കലത്തിന്റെ അടിയിലോ? അത് തന്നെ സംഭവം. യാതനാസ്ഥലത്ത് തീയില്ല, പക്ഷെ ചൂടുണ്ട്. തീയില്ലാതെ ചൂട് വരുന്ന ഇവിടുന്ന് തൊട്ടു താഴെ 5000 ഡിഗ്രി സെൽഷ്യസിൽ കത്തുക. അതിന്റെ മീതെ ഈ സാധനം സെറ്റ് ചെയ്തിരിക്കുന്നത്. യേശുവിനെ കൂടാതെ മരിക്കുന്ന മുഴുവൻ അണ്ണന്മാരും ചെന്ന് വീഴുന്ന സ്ഥലമാണ് യാതനാസ്ഥലം. പിടികിട്ടുന്നുണ്ടോ? ഓഫീസിൽ വന്നിട്ടൊന്നും ഒരു കാര്യവുമില്ല. മനസ്സിലാകുന്നവർക്കായി സ്വന്തം മരിച്ചു കഴിഞ്ഞ് കർമ്മം ചെയ്താൽ മേളിലോട്ട് പോകുന്ന ആരെയും പഠിപ്പിക്കുന്നുള്ള ചുമ്മാത. ബൈബിൾ പറയുന്നു അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതായാലും തീയതായാലും അതിന് രക്ഷപ്പെട്ട പ്രാപിപ്പാൻ താമല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിനുണ്ടാകെ വെളിപ്പെടേണ്ടതാകുന്നു. ജീവനോടെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും ചെയ്താൽ നിത്യമായി കാണും. യേശുവിനെ കൂടാതെ മരിക്കുന്ന മുഴുവൻ പുള്ളികളും ചെന്ന് വീഴുന്ന സ്ഥലം ഇവിടെ യാതനാസ്ഥലം. അവൻ എത്ര നാൾ കാണും? വെള്ളസിംഹാസനം വെക്കുന്നവരെ കാണും. വെള്ളസിംഹാസനം വെച്ചാലോ അവിടുന്ന് പ്രമോഷൻ കിട്ടും നരകത്തിലോട്ട്, തീപ്പൊയ്കയിലോട്ട്. ഇതിന് തൊട്ടു മീതെയുള്ള കമ്പാർട്ട്മെന്റാണ് പർദീസ. അവിടെയാ യേശു ജന്മം. ഉയർത്തെഴുന്നേറ്റപ്പോ ഇന്നലെ ഞാൻ പറഞ്ഞു ബെത്തന്മാരെ പിടിച്ചുകൊണ്ട് അവിടുന്ന് പോയി. ഇപ്പൊ പർദീസ എന്ന് പറയുന്ന സ്ഥലം കാലിയ ഒരാമയമാണ്. അതുകൊണ്ടാണ് പറയുന്നത് ക്രിസ്തുവിൽ മരിക്കുന്ന വൃതന്മാർ ഭാഗ്യവാന്മാർ. എന്താ അവരുടെ ഭാഗ്യാവസ്ഥ? അവരുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ തേജസ്സിൽ പറഞ്ഞിരിക്കുന്നു. ഓ, ഇന്ന് ഞാൻ മരിച്ചാൽ എന്റെ ജീവൻ എവിടെ പോകുമെന്നറിയാമോ? എന്റെ ശരീരം എന്റെ കുടുംബം കലവേ പോകും. എന്റെ ജീവൻ എന്റെ യേശുവിനോടുകൂടെ തേജസ്സിൽ. അവൻ പെട്ടിയിലടച്ച് എന്റെ കുടുംബ കല്ലറി എന്റെ ശരീരം അടക്കം ചെയ്യും. പക്ഷെ എന്റെ ആത്മാവിനെ അവിടെ അടക്കം ചെയ്യാൻ പറ്റത്തില്ല. എന്റെ ആത്മാവ് അവിടെ കാണത്തില്ല. എന്റെ ആത്മാവ് എന്റെ യേശുവിനോടുകൂടെ തേജസ്സിൽ. കർത്താവ് ഗംഭീരനാമത്തോടെ ഇറങ്ങി വരുമ്പോ എന്താ സംഭവിക്കുന്നറിയോ? എന്റെ ശരീരം എവിടാ? എന്റെ ശരീരം എവിടാ? പറ, എന്റെ ശരീരം എവിടാ? ആത്മാവ് എവിടാ? യേശുവിൽ. അമ്മേ, മധ്യാകാശത്തിൽ കർത്താവ് ഗംഭീരനാമത്തോടുകൂടെ എന്റെ കർത്താവ് ഇറങ്ങി വരുമ്പോ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? ആ ഗംഭീരനാദം പുറപ്പെടുമ്പോ അവനിൽ മറഞ്ഞിരിക്കുന്ന എന്റെ ആത്മാവില്, എന്റെ ആത്മാവ് അവനിൽ നിന്ന് പുറപ്പെട്ടിട്ട് എന്റെ ശരീരം കിടക്കുന്ന കല്ലറയുടെ അകത്ത് അമ്മ ചെന്ന് വ്യാപരിച്ചിട്ട് എന്റെ ശരീരത്തേക്ക് ആത്മാവ് കയറിയിട്ട് ആ ശരീരത്തെ കൊണ്ട് ഈ ആത്മാവ് കല്ലറയെ പൊട്ടിച്ച് തിരികെ യേശുവിലേക്ക് ചേരുന്നവർ പറയുന്ന പേരാണ് പുനരുദ്ധാനം. മനസ്സിലാകുന്നുള്ളത് കരുതുന്നു. ഇതുകൊണ്ട പാട്ടുകാരൻ പാടിയ ക്രിസ്ത്യ ജീവിതം പോ ഭാഗ്യം പാരിലെന്തുള്ളൂ, ക്രിസ്ത്യ ജീവിതം പോ. ഓ ജീസസ്, വല്ലതും പിടികിട്ടുന്നുണ്ടോ? വല്ലതും പിടികിട്ടുന്നുണ്ടോ? പെന്തക്കോസ്തിന്റെ ഉപദേശം പോലെ നിസ്തുല്യമായ ഒരു ഉപദേശം ഉലക ചരിത്രത്തിലില്ല. ഇതിനകത്ത് ഇതൊന്നും അറിഞ്ഞിട്ടല്ലെങ്കിലും ഇതിനകത്ത് വന്നു കയറാൻ എനിക്കും നിനക്കും കൃപ ലഭിച്ചത് ദൈവത്തിന്റെ വലിയ നീതിയാണ്. ഇതാ പുനരുത്ഥാനം. ഏതാ 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 ഏതാ? ജീവൻ എവിടാ? യേശുവിൽ. ശരീരം എവിടാ? കല്ലറയിൽ.
ആ ജീവൻ ഏത് ശബ്ദത്തിൽ? കർത്താവ് ഗംഭീര നാമത്തിൽ ആ ജീവൻ അവനിൽ നിന്ന് പുറപ്പെട്ടിട്ട് എന്റെ ശരീരം കിടക്കുന്ന കല്ലറകൾ അതുകൊണ്ട് ഈ ജീവൻ ചെന്ന് കയറിയിട്ട് ആ പെട്ടിക്കകത്ത് കിടക്കുന്ന ശരീരത്തിൽ എന്റെ ജീവൻ കയറിയിട്ട് പെട്ടിയെ പൊട്ടിച്ച് കല്ലറകൾ തുറന്നിട്ട് ഈ ജീവൻ വ്യാപരിച്ച ശരീരം കൊണ്ട് ആ യേശുവിലേക്ക് തിരികെ കഴിയുക. ഇതിനെല്ലാം കൂടെ എടുക്കുന്ന സമയം എത്രയാണെന്നറിയോ? ആലോചിക്കും. യേശുവിൽ ഇരിക്കുന്ന ജീവൻ അവനിൽ നിന്ന് പുറപ്പെട്ടിട്ട് ശരീരം കിടക്കുന്ന കല്ലറയ്ക്കകത്ത് ചെന്ന് കയറിയിട്ട് ആ കല്ലറയിൽ കിടക്കുന്ന ശരീരത്തിൽ ജീവൻ വ്യാപരിച്ചിട്ട് പെട്ടി കല്ലറയിൽ പൊട്ടിച്ചിട്ട് ഈ ശരീരത്തെ കൊണ്ട് ജീവൻ തിരികെ മധ്യാകാശത്തിൽ യേശുവിൽ എത്താൻ എടുക്കുന്ന സമയം നൊടിനേരം എന്ന് പറയുന്ന സമയം എത്രയാണെന്നറിയോ? ഒരു സെക്കൻഡിന് 3 സ്പ്ലിറ്റ് ചെയ്താൽ അതിലൊരു സമയമാണ് നൊടിനേരം. ഈ സമയത്തിനുള്ളിലാ നമ്മൾ പുനരുത്ഥാനം പ്രാപിക്കുന്നത്. കാര്യഗൗരവം ഉണ്ടാകണോ സഹോദരങ്ങളെ? കാര്യഗൗരവം ഉണ്ടാകണോ? ഈ ആത്മീക ജീവിതത്തെ ഗൗരവത്തോടെ കാണണോ? ഇത് കുഞ്ഞു കഴിക്കാനുള്ള നേരമാണോ? ഇത് ഒരു ശൈലിയിൽ പോകാനുള്ളതാണോ? അല്ല, ഇതൊരു ഗൗരവമായ ജീവിതമാണ്. ഇത് മരിച്ചവരിൽ സംഭവിക്കുന്നത്. ജീവനോടെ ശേഷിക്കുന്നവരിലോ? ഫിലിപ്പ് ലേഖനം 3-21 വാക്യം അങ്ങനെ സംഭവിക്കുക. ഫിലിപ്പ് ലേഖനം 3-21 വാക്യത്തിൽ എന്താ സംഭവിക്കുന്നത്? പ്രിയമുള്ളവരെ, അവൻ സകലതും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. അപ്പൊ പുനരുത്ഥാനം എന്താണെന്ന് മനസ്സിലായോ? എന്തുവാ? ജീവൻ ശരീരത്തിൽ വ്യാപരിച്ചിട്ട് ശരീരവുമായിട്ട് തിരികെ ചേരുന്നതെന്ന് പറയുന്ന പേരാണ് പുനരുത്ഥാനം. എന്നാൽ രൂപാന്തരം എന്താ? ക്രിസ്തുവിൽ മരിച്ചവർക്കാണ് പുനരുത്ഥാനം. ജീവനോടെ ശേഷിക്കുന്നവർക്ക് പുനരുത്ഥാനമല്ല, രൂപാന്തരം. രൂപാന്തരം എന്താ സംഭവം? എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സകലത്തും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ എന്ത് ചെയ്യും? തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി. അപ്പൊ കർത്താവ് ഗംഭീര നാദത്തിലാണ് ഉയർപ്പ് സംഭവിക്കുന്നത്. ദൈവത്തിന്റെ കാരണത്തിലാണ് രൂപാന്തരം സംഭവിക്കുന്നത്. ആ രൂപാന്തരം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ആ കാരണം അങ്ങോട്ട് പുറപ്പെടുമ്പോൾ നമ്മുടെ ഈ ശരീരം താഴ്ചയുള്ള ശരീരം, 6 പാക്ക് മസിലൊക്കെ ഉണ്ട്. പക്ഷെ ഈ ശരീരം ഇതെന്തോ താഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ്രവത്വം, മർദ്യമായതാ, അപമാനമുള്ളതാ, ബലഹീനമായതാ. ഇങ്ങനെ 7 വിധ താഴ്ചകളുണ്ട് ഈ ശരീരത്തിന്. ഈ താഴ്ചയുള്ള ശരീരം കേൾക്കുന്നുണ്ടോ? നിങ്ങളുടെ ഇവിടെ നേഴ്സസും ഡോക്ടേഴ്സും ഒക്കെ ഇരിക്കുന്നു. സ്തോത്രം. ഞാനിതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റിപ്പോയാൽ ക്ഷമിക്കണം. സ്തോത്രം. നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ കൈ 1.5 വർഷം പ്ലാസ്റ്ററിനകത്ത് ഇട്ടാൽ എന്ത് സംഭവിക്കും? എന്തോ ശോഷിച്ചു പോകും. കൈ ശോഷിച്ചു പോകും. ഇതായി ശരീരത്തിന്റെ കുഴപ്പം. ഇതിനകത്ത് ഇരുന്നിട്ട് ഞാൻ ആരാന്ന് അറിയാമോ എന്നൊക്കെ ചോദിക്കുന്നു. നീ ആരാണ്? നിന്റെ വയറ്റിൽ കിടക്കുന്ന പേര സ്ഥാനം തെറ്റി മുകളിലോട്ട് കയറിയ തീരാനുള്ളതേ ഉള്ളത് നിന്റെ കാര്യം. ഞാൻ ആരാണ്? നീ അകത്തോട്ട് വലിച്ചവിട്ട ശ്വാസം പുറത്തോട്ട് വിടാതെ 2 മിനിറ്റ് നിന്ന് പോയ ഞാൻ ആരാന്ന് അറിയാം. നീ ആരാ? ഓ ജീസസ്. രൂപാന്തരം എന്താണെന്നറിയോ? നമ്മുടെ ഈ താഴ്ചയുള്ള ശരീരത്തെ എന്ത് ചെയ്യുക? ഏതാ യേശുവിന്റെ മഹത്വമുള്ള ശരീരം എന്നറിയോ? യേശു ഉയർത്തെഴുന്നേറ്റപ്പോഴുള്ള ശരീരം. ഈ ശരീരത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ ദൈവദാസന്മാരെ? യേശു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോ ശിഷ്യന്മാരെല്ലാം വാതിലടച്ച് അകത്ത് കയറിയിരിക്കുക. എല്ലാ വാതിലും ജനലും അടച്ചിട്ടേക്കുക. അവരുടെ നടുവിൽ കർത്താവ് ചെന്നിട്ട് പറയുക, നിങ്ങൾക്ക് സമാധാനം. കർത്താവെ, ആരാ വാതിൽ തുറന്നു തന്നെ? കർത്താവ് പറയണ, ഇത് പുനരുത്ഥാനം പ്രാപിച്ച ശരീരമാണ്. ഇതിനാരും വാതിൽ തുറന്നു വരുമെന്ന് വേണ്ട. അപ്പോ യേശുവിന്റെ മഹത്വമുള്ള ശരീരം ഏതാണെന്നറിയാമോ? ഉയർത്തെഴുന്നേറ്റപ്പോ അവൻ ഉണ്ടായിരുന്ന ശരീരമാണ് യേശുവിന്റെ മഹത്വമുള്ള ശരീരം. നമ്മൾ രൂപാന്തരപ്പെടുക എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ഈ താഴ്ചയുള്ള ശരീരത്തെ അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തുക. ഓ ജീസസ്, ഈ ശരീരം യേശുവിന്റെ ശരീരം പോലെ ആകുക. നിങ്ങളുടെ കൈയൊക്കെ നോക്കിയാൽ ഈ കൈയൊക്കെ ഉണ്ടല്ലോ, ഈ
കൈയൊക്കെ ഉണ്ടല്ലോ, യേശുവിന്റെ ഉയർത്തെഴുന്നേറ്റ കൈ പോലെ ആകാൻ പോകും. ഇപ്പൊ നമ്മുടെ ശരീരം ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ ശരീരം പോലെ. വസ്ത്രോ 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 ഒരലക്കുകാരന് മലക്ക് വിളിപ്പിക്കുവാൻ കഴിയാത്തതുപോലെ അവിടെ നിൽക്കുന്ന വസ്ത്രമില്ലേ, ആ വസ്ത്രം നമ്മേ ഞാൻ വിവാഹം കഴിച്ചിട്ട് 13 വർഷമായി. ഏത് ബ്രാൻഡഡ് ഡ്രസ് മേടിച്ചു കൊടുത്താലും ഓൾട്ടർ ചെയ്യാനായിട്ട് പോകുന്നത് കാണാം. കാരണം അവനവന് ഫിറ്റ് ആയിട്ടുള്ള ഒരു സാധനവും ഇവിടെ ഒരുത്തരും ഉണ്ടാക്കുന്നില്ല. എന്നാൽ നമുക്ക് ഫിറ്റ് ആയിട്ടുള്ള ഒരു സാധനം സ്വർഗത്തിൽ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അത് നമ്മുടെ രൂപാന്തര ശരീരത്തിൽ നമ്മൾ ധരിക്കും. ശബ്ദം ഉയർത്തിയാമേ പറ. നമ്മുടെ നിറവും ഇവിടെ വെളുത്തതും കറുത്തതും ഇരുന്നതും പല നിറമുണ്ട്. അവിടെ ആ നിറമല്ല കേട്ടോ. പണ്ട് പാട്ടുകാരൻ പാടി, നീതിസൂര്യൻ വരുമ്പോൾ തൻപ്രവയും കാന്തിയാലൻ ഇരുൾ നീളം മാറിയിടുമേ, രാജരാജ പ്രതിമയെ ധരിപ്പിച്ചിട്ടെന്നെ താൻ കൂടവേ ഇരുത്തുന്ന രാജാവ് വേഗം വരും. ഈ നിറമൊന്നുമല്ല അവിടെ ചെന്ന് കഴിയുമ്പോ എന്റെ നിറം ഏതാണെന്നറിയോ? തേജസ്സിന്റെ നിറം. നിങ്ങൾക്കറിയാമോ തേജസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? തേജസ് എന്ന് പറഞ്ഞാൽ എന്താ? തേജസ്, ഗ്ലോറി, ഗ്ലോറി. അതിന്റെ മീനിങ് എന്താണെന്നറിയോ? ബ്യൂട്ടി ഓഫ് ഗോഡ്. പിടിയിട്ടില്ല. തേജസ്സിന്റെ മീനിങ് എന്തോ? ബ്യൂട്ടി ഓഫ് ഗോഡ്, ദൈവത്തിന്റെ സൗന്ദര്യം. ഞാൻ തേജസ് നയിക്കുന്നു പറഞ്ഞാൽ ദൈവത്തിന്റെ സൗന്ദര്യം നയിക്കുന്നത്. മുടിയൊക്കെ സ്ട്രൈക്ക് ചെയ്തിരുന്നാലും എന്റെ മേൽ തേജസ് അങ്ങോട്ട് കയറി കഴിയുമ്പോ ഇതൊന്നും ആയിരിക്കില്ല, ദൈവത്തിന്റെ സൗന്ദര്യം. കാണാൻ വലിയ ലുക്കൊന്നും ഇല്ലല്ലോ. നമ്മൾ മഹത്വം പ്രാപിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ സൗന്ദര്യം നമ്മളിൽ ഇറങ്ങി വരുന്നത്. ഇതാ തേജസ്. പിടികിട്ടുന്നുള്ള യാമേ പറ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെ മുഖം കണ്ടിട്ട് 1000 വോൾട്ടിന്റെ വലിയ ഹാലജൻ ബൾബ് പ്രകാശിച്ചത് പോലെ ഒരു വെളിച്ചമാണ്. ചേർന്ന രാമേ പറ. ഇത്രയും വെളിച്ചമാണെങ്കിൽ ഇത് പ്രാപിച്ചാൽ എന്തുമായിരിക്കും? ഇത് ഈ വെളിപ്പാട് കിട്ടാതെ ഒരുവൻ പോയാൽ അവനെ പോലെ അധമനായ ഒരുവൻ ഉലക ചരിത്രത്തിൽ കാണത്തില്ല. നമ്മുടെ മേൽ ദൈവത്തിന്റെ സൗന്ദര്യം വ്യാപരിക്കുക. കറുത്തവരാരെങ്കിലും ഉണ്ടോ? ഇരുനിറമുള്ളവരാരെങ്കിലും ഉണ്ടോ? കഷണ്ടി പിടിച്ചവരാരെങ്കിലും ഉണ്ടോ? പാതി നരച്ചവരാരെങ്കിലും ഉണ്ടോ? ഗാർണിയറിന്റെയും പിന്നെ ബ്ലാക്ക് ഗോൾഡിന്റെയും ഒക്കെ ബലത്തിൽ കറപ്പിച്ച് നടക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇന്ന് രാത്രി നിന്റെ ഞാൻ ആത്മാവിൽ തോന്നു പറയാ, എന്റെയും നിന്റെയും ശരീരം ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ ശരീരം പോലെ. ഞാൻ അവിടെ നിർത്തി നിങ്ങളൊരു കാര്യം പറയും. 85 വയസ്സുള്ള അപ്പച്ചൻ സോഡാ കുപ്പി കവിള് 200 വെളിച്ചെണ്ണ കൊള്ളത്തക്ക വിധത്തിൽ കുഴിഞ്ഞൊക്കിയ കണ്ണ് കുനിഞ്ഞു പോയ നട്ടല് ഇങ്ങനെ ആയിപ്പോയ അപ്പച്ചനെ മരിച്ചു പെട്ടിയിലാക്കി. അപ്പച്ചൻ കർത്താവിന്റെ വരവിൽ ഉയർത്തെഴുന്നേറ്റാൽ സോഡാ കുപ്പി കവിളും കുഴിഞ്ഞതാണ് കണ്ണും വെള്ളിക്കെട്ട് കെട്ടിയ മുടിയുമായിട്ട് കുനിഞ്ഞ നട്ടലുമായിട്ടല്ല അപ്പച്ചൻ ഉയർത്തെഴുന്നേൽക്കുന്നത്. എന്റെ യേശുവിന്റെ ഉയർത്തെഴുന്നേറ്റ ശരീരം. ഓ ജീസസ്. നമ്മൾ പറഞ്ഞ അപ്പച്ചനെ പോയതുപോലെയാണ്. അപ്പച്ചനെ പോയതുപോലെ ഒന്നും കാണാൻ പറ്റത്തില്ല. അപ്പച്ചൻ ഉയർത്തെഴുന്നേറ്റവന്റെ ശരീരം പ്രാപിച്ച ഇതാ ക്രിസ്തീയ ജീവിതം. നമ്മൾ തേജസ് പ്രാപിക്കാനിരിക്കുകയാണ്. 2 കൊരിന്ത്യർ ലേഖനം 3-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നതെന്നറിയോ? നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് എന്ന് പൗലോസ് പറയുമ്പോ എന്താ അതിന്റെ അർത്ഥം? 2 കൊരിന്ത്യർ ലേഖനം 3:18 അവിടെ വായിക്കുന്നത്, തേജസ്സിന്റെ മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി നാം എന്ത് ചെയ്യും? ഇങ്ങോട്ട് നോക്കിയോ. തേജസ്സിന്റെ മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി. നോക്കിയേ, തേജസ്സിന്റെ മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമ. എന്തോ പ്രാപിക്കുന്നത്? തേജസ്സിന്റെ മേൽ
തേജസ്സിന്റെ മേൽ തേജസ് പ്രാപിച്ചു. ഏതാ തേജസ്? വർത്തമാനകാല തേജസ്. ഈ തേജസ്സിന്റെ മേൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? ഒരു തേജസ്സും കൂടെ പ്രാപിക്കാൻ പോവാ. അമ്മേ, ഇത് ഭാവികാല തേജസ്. ഈ ഭാവികാല തേജസ് നമ്മൾ പ്രാപിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? അതേ പ്രതിമയായിട്ട്. ഏത് പ്രതിമ? ഓ, ഒരു വാക്യം കൂടെ പറഞ്ഞു നിർത്താം. യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായം 2-ാം വാക്യം. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകും. നാം ഇന്നതാകും. നിങ്ങൾ നോക്കും, നാം ഇന്നതാകുമെന്ന് ഇതുവരെയും പ്രത്യക്ഷമായിട്ടില്ല. അടുത്തത്, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നോക്കി, ഇവിടെ നോക്കി, ഇവിടെ നോക്കി, അവൻ പ്രത്യക്ഷനാകുമ്പോ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ ഞാനവരെ എങ്ങനെ കാണും? ഡാവിഞ്ചിയുടെ മൈക്കിൾ ആഞ്ചലോയുടെ ചിത്രത്തിൽ കാണുന്നത് പോലെ അല്ല. ഡാവിഞ്ചിയുടെ മൈക്കിൾ ആഞ്ചലോയുടെ ചിത്രത്തിൽ യേശുവിനെ എങ്ങനെയാണ് കാണുന്നത്? തലയ്ക്ക് ചുറ്റും ഒരു വട്ടപ്രകാശം. രാമകൃഷ്ണ പരമഹംസന്റെ തലയ്ക്ക് ചുറ്റും വട്ടപ്രകാശമുണ്ട്. ഹലോ, അപ്പൊ തലയ്ക്ക് ചുറ്റും വട്ടപ്രകാശമുള്ള യേശു. വേറെ യേശുവിന്റെ ഫോട്ടോ കണ്ടിട്ടില്ലേ? ഇവിടെ ഒരു ഹൃദയത്തിന്റെ പടവും, അതിന്റെ പുറത്തൊരു മുള്ളുവേലി, അതിന്റെ പുറത്തൊരു കൊച്ചു തീപ്പരിയായിട്ടിരിക്കുന്ന യേശുവിന്റെ. വേറൊരു യേശുണ്ട്, ഈ കൈയൊക്കെ കൊടുത്തിട്ട് ജപ്തി നോട്ടീസ് വന്ന കൃഷിക്കാരനെ പോലെ ഇരിക്കുന്ന യേശുവിനെ കണ്ടിട്ടില്ല. ഇതൊന്നും നമ്മുടെ യേശു അല്ല, ഇത് മൈക്കിൾ ആഞ്ചലോയുടെ യേശുവാ. ഡാവിഞ്ചിയുടെ യേശുവാ. നമ്മുടെ യേശു അങ്ങനെ ഇരിക്കും. നമ്മുടെ യേശു എങ്ങനെയാ ഇരിക്കുന്നതെന്ന് ബൈബിൾ പറയും. അങ്ങനെ ഒരു രൂപത്തെ ഡാവിഞ്ചി വരച്ചു വെച്ചാൽ ഞാൻ അംഗീകരിക്കും. പക്ഷെ വരയ്ക്കാൻ പറ്റത്തില്ല. പത്മോസിന്റെ ഏകാന്തതയും കബന്ധങ്ങൾ മാത്രം നിറയപ്പെട്ട ഇടത്ത് ആത്മവിമർശനായ ഭക്തൻ പുറമോട്ട് തിരിഞ്ഞു നോക്കിയപ്പോ കർത്താവിനെ എവിടെ കണ്ടു? കർത്താവിനെ കണ്ടത് എങ്ങനെയാണെന്നറിയോ? അവന്റെ തലമുടി. യേശു ഇപ്പൊ സ്വർഗത്തിൽ എങ്ങനെ ഇരിക്കുന്നെന്ന് പറയുക. താതൻ സന്നിധിയിലൻ പേർക്ക് സദാ പക്ഷപാതം ചെയ്യുന്ന നവജീവനാഥൻ എന്ന് പറയുന്ന നമ്മുടെ കർത്താവ് താതന്റെ സന്നിധിയിൽ എനിക്കുന്നതിന് വേണ്ടി പക്ഷപാതം ചെയ്യാൻ ഇരിക്കുന്നത് എങ്ങനെയാണെന്ന് പറയുക. അവന്റെ തലമുടി വെളുത്തു പഞ്ഞി പോലെ ഹിമത്തോളം വെണ്മ, അവന്റെ കണ്ണ് അഗ്നിജ്വാല, അവന്റെ മാറത്ത് പങ്കച്ച, അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ച പോലെ, അവന്റെ കാല ഉലയിൽ തൊട്ടുപഠിപ്പിച്ച വെള്ളത്തിന്റെ സവിശേഷം, അവന്റെ കയ്യിൽ 7 നക്ഷത്രങ്ങൾ. ഇങ്ങനെയായ എന്റെ യേശു സ്വർഗത്തിൽ ഇരിക്കുന്നത്. അവനെ കാണാൻ കഴിയുന്നുണ്ടോ? കാണാൻ കഴിയുന്നുണ്ടോ? മൈക്കിൾ ആഞ്ചലോ തലയും കുത്തി 41 ദിവസം വെള്ളം കുടിക്കാതെ നിന്നാൽ അവന് രൂപം വരയ്ക്കാൻ പറ്റത്തില്ല. പക്ഷേ ആത്മനിറവിൽ ആരാധിക്കുന്ന യാതൊരു കലാവാസനയില്ലാത്ത ഞാൻ കണ്ണടച്ചാൽ അവനെ അനുഭവിക്കുവാൻ കഴിയും. ഓ, ശബ്ദം ഉയർത്തിയാമേ പറ. ഇങ്ങനെയാ എന്റെ യേശു സ്വർഗത്തിൽ ഇരിക്കുന്നത്. ഈ വാക്യം എന്താ പറയുന്നത്? അവൻ പ്രത്യക്ഷനാകുമ്പോ ഞാൻ അവനെ എങ്ങനെ കാണും? അവൻ ഇരിക്കുന്നത് പോലെ തന്നെ കാണും. കേൾക്കുക, കേൾക്കുക. അവൻ ഇരിക്കുന്നത് പോലെ തന്നെ കാണും. അവൻ എങ്ങനെ കാണും? അതെങ്ങനെയാണെന്ന് നിങ്ങളൊന്ന് പറഞ്ഞേ. അതെങ്ങനെയാണെന്ന് പറഞ്ഞേ. തലമുടി, കണ്ണ്, ശബ്ദം, മാറത്ത്, കയ്യിൽ, കാല്, ഏതോടാണ് ഉലയിൽ ചുട്ടുപഠിപ്പിച്ച
വെളുത്തു പഞ്ഞി പോലെ ഹിമത്തോളം വെണ്മയുള്ള തലമുടി. എന്റെ യേശു വന്യ വയോധികനും അവൻ ജ്ഞാനത്തിൽ തികവേറിയവനും സകലത്തെയും അറിയുന്നവനുമാണെന്ന് അതിന്റെ അർത്ഥം. അഗ്നിജ്വാല പോലെ എന്ന മലയാളത്തിൽ, എന്നാൽ അവന്റെ കണ്ണ് അഗ്നിജ്വാല എന്ന ഇംഗ്ലീഷിൽ. ആമേൻ. അഗ്നിജ്വാല പോലെയുള്ള കണ്ണ്, അത് പറയുന്നത് എന്താണെന്നറിയോ? ആമേൻ. അവന്റെ കണ്ണിന്റെ മുൻപിൽ മറഞ്ഞിരിക്കുന്നത് ഒന്നുമില്ല, സകലത്തെയും അവന്റെ കണ്ണ് ദർശിക്കുന്നു. അവന്റെ കയ്യിൽ 7 നക്ഷത്രങ്ങൾ. അവന്റെ കയ്യിൽ 7 നക്ഷത്രങ്ങൾ. ആമേൻ. അതിനർത്ഥം എന്നറിയാം, അഭിഷക്തൻ അവന്റെ കരത്തിൽ സുരക്ഷിതമാണ്. അഭിഷക്തൻ അവന്റെ കരത്തിൽ സുരക്ഷിതമാണ്. ആമേൻ. അവന്റെ വസ്ത്രം കണ്ടോ? മാറത്തു പൊൻകച്ച. അത് പറയുന്നു, എന്റെ യേശു രാജാവിരാജാവും കർത്താവികർത്താവും. Glory to God. അവൻ ഉലാവുന്നത് എവിടാന്നറിയാവും? 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ. അതിന്റെ അർത്ഥം അവന്റെ പരിപാലനത്തിന്റെ കീഴിൽ സഭ സുരക്ഷിതരാണ്. Glory. 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 അവന്റെ കാല ഉലയിൽ ചുട്ടുപഴുപ്പിച്ച വെള്ളോടിന് സദൃശ്യം. അതിന്റെ അർത്ഥം അവന്റെ കാലിന്റെ കീഴിൽ വരാത്തതായി ഉലക ചരിത്രത്തിൽ ഒന്നും കാണത്തില്ല. ഇങ്ങനെയായി എന്റെ യേശു സ്വർഗത്തിൽ ഇരിക്കുന്നത്. അവൻ പ്രത്യക്ഷനാകുമ്പോ ഞാൻ അവൻ ഇരിക്കുന്നത് പോലെ കാണും. എന്റെ കണ്ണുകൊണ്ട് കാണും യേശുവിനെ. അവൻ ഇരിക്കുന്നത് പോലെ കാണും. അടുത്ത ദൂരം എന്നറിയോ? അവൻ ഇരിക്കുന്നത് പോലെ ഞാൻ അവനെ കണ്ടാൽ അവൻ ഇരിക്കുന്നത് പോലെ ഞാൻ അവനെ കണ്ടാൽ ഈ ഞാൻ അവനെ പോലെയാകും. അവൻ ഇരിക്കുന്നത് പോലെ കണ്ടാൽ നമ്മൾ പെരുവെള്ളത്തിന്റെ ഇടത്തിൽ പോലെ ശബ്ദം, മാറത്ത് പങ്കച്ച ഉലയിൽ ചുട്ടുപഴുപ്പിച്ച വെള്ളാത് പോലെ കാലം ഞാൻ അവനെ പോലെയാകും. ഓ ജീസസ്, ഞാൻ അവനെ പോലെയാകും. ഞാൻ അവനെ പോലെയാകും. ഞാൻ അവനെ പോലെയാകും. ഇവിടെ വളരെ പറയുന്നത് അവനെ പോലെ പറയാൻ ഒരാളില്ല. അവനെ പോലെ ആരാധിക്കാൻ ആരുമില്ല. അവൻ ആരാ? ആയിരങ്ങളിൽ സുന്ദരൻ, വന്ദിതൻ, ആരിലും ഉന്നതൻ. എന്റെ കർത്താവായെന്നറിയാം. അവൻ ദൈവത്തെ കുറിച്ച് ബൈബിൾ എഴുതിയിരിക്കുന്ന കുറെ ഭാഗങ്ങൾ ഞാൻ പറയാം. ഉള്ളം കൈ കൊണ്ട് വെള്ളത്തെ അളക്കണം, ചാണ് കൊണ്ട് ആകാശത്തിന് പരിമാണം എടുക്കണം, ഭൂമിയുടെ പൊടിയെ നാഴിയിൽ കൊഴിക്കണം, പർവ്വതങ്ങളെ വെള്ളിക്കോൽ കൊണ്ട് അളക്കണം, കുന്നുകളെ തുലാസ് കൊണ്ട് തൂക്കണം, കാറ്റിനെ തന്നെ മുഷ്ടിക്കകത്ത് ഒതുക്കി വെക്കണം, വെള്ളങ്ങളെ വസ്ത്രത്തിൽ കെട്ടണം, ഗർഭത്തിൽ നിന്ന് നന്നതുപോലെ സമുദ്രത്തെ ചാടി പുറപ്പെടുവിക്കണം, സ്വർഗത്തിൽ കഴിയാം, സ്വർഗത്തിൽ നിന്ന് നിറയ്ക്കണം. ആമേൻ. ആൽഫ ഒമേഗ. ആമേൻ.
ഞാൻ അവനെ കാണും. അവൻ ഇരിക്കുന്നത് പോലെ കണ്ട 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 ഈ ഞാൻ ഇതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ച ഈ കാലത്തെ കഷ്ടങ്ങൾ സാരമില്ല എന്നാണ്. വാസ്തവത്തിൽ ഇതാണ് സഭയുടെ പ്രബോധം, ഇതായിരിക്കണം സഭയുടെ ആവേശം. പക്ഷെ സഭയിൽ നിന്ന് ധന്യപ്പെട്ടു പോയി. നമ്മുടെ പിതാക്കന്മാരുടെ അകത്ത് കത്തിയ ദർശനം എന്തായിരുന്നു? നിത്യതയുടെ വെളിപ്പാട്. ക്ഷമിക്കണം, ഞാൻ ആരെ കുറ്റം പറയുകയാണ്. ഇപ്പൊ നമ്മുടെ കാഴ്ചപ്പാടെല്ലാം പോയി. ഇപ്പൊ നമ്മൾ പാടുന്നത് എന്താണെന്നറിയോ? നീ കൊണ്ടുപോയ നന്മകൾ ഇപ്പോൾ തന്നെ മടക്കുക, ഒന്നും കുറയ്ക്കാതവയെല്ലാം തിരികെ തരിക. കൊണ്ടുപോയത് വല്ല ഉണ്ടെങ്കിൽ പലിശ കൂട്ടി കൊണ്ടുവെക്കാൻ. അപ്പന്മാരെന്താ ചെയ്യാന്നറിയോ? സ്വത്തുക്കളുടെ അവതാരവും സന്തോഷത്തോടെ സാധിച്ചു. അപ്പന്മാർക്കൊക്കെ നിത്യതയുടെ കാഴ്ചപ്പാട് തലയ്ക്ക് പിടിച്ചപ്പോ നിത്യതയുടെ വെളിപ്പാട് അപ്പന്മാരുടെ തലയ്ക്ക് പിടിച്ചപ്പോ അവര് പാടി പാട്ടുകൾ എന്താ പാടി നിർത്തുക. സൂര്യചന്ദ്ര താരങ്ങളെ സ്വർഗമാക്കി, സൂര്യചന്ദ്ര താരങ്ങളെ സ്വർഗമാക്കി, നമ്മുടെ പിതാക്കന്മാരൊക്കെ മരിച്ചപ്പോ അവർ ഈ തേജസ്സിനെ അടുത്ത് കണ്ടാ മരിച്ചത്. 1970 വാളകം TPM ഫെയ്ത്ത് ഹോമിൽ മിനിസ്ട്രി ചെയ്യുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ മാത്യുവിന്റെ ജ്യേഷ്ഠൻ കായംകുളത്ത് താമസിക്കുന്ന അച്ചായൻ മരിക്കാറായി, രോഗം ബാധിച്ച് കിടക്കി. ഇന്നത്തെ പോലെ വാഹന സംവിധാനം വിപുലമായ ഫോണും ഒന്നും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ കൊട്ടാരക്കര TPM ഫെയ്ത്ത് ഹോമിലേക്ക് കായംകുളത്തുനിന്ന് ആരും ഫോൺ ചെയ്ത് പറഞ്ഞു, ചേട്ടൻ സുഖമില്ലാതെ കിടക്ക, വന്നാൽ കാണാം. കൊട്ടാരക്കരയിൽ നിന്ന് വാളകം വരെ സൈക്കിളിൽ ചവിട്ടി ആലോചിച്ചെന്ന് പറഞ്ഞു. പാസ്റ്റർ കിട്ടിയ വണ്ടിക്ക് കയറി കായംകുളം അച്ചായൻ കിടക്കുന്ന വീട്ടിൽ ചെന്നു. അച്ചായൻ കിടക്കുന്ന വീട്ടിൽ ഈ പാസ്റ്റർ ചെന്നപ്പോൾ വീതിയുള്ള കട്ടിലിന്റെ ഓരം ചേർന്ന് ഈ ഭക്തനായ മനുഷ്യൻ കിടക്കുക. എന്തെങ്കിലും ഒന്ന് ചോദിക്കണ്ടേ എന്ന് വെച്ച് ഈ പാസ്റ്റർ മാത്യു ഈ അച്ചായനോട് ചോദിച്ചു, അച്ചായ സൈഡിൽ എന്തിനാ കിടക്കുന്നത്? അല്പം കൂടെ മാറിക്കിടന്നാൽ വീഴാതിരുന്നേ എന്ന് പറഞ്ഞപ്പോ ഈ ഭക്തനായ മനുഷ്യൻ മരണാസന്നനായി കിടക്കുന്ന അച്ചായൻ ഈ പാസ്റ്ററോട് പറയും, കുഞ്ഞുഞ്ഞി ഒരു ശുശ്രൂഷകനായിട്ടും നിനക്കിത് കാണാൻ പറ്റേ? നീ കണ്ടോ, നമ്മുടെ സഹോദരന്മാർ ഇവിടെയുള്ള ഇരിപ്പിടങ്ങളിലെല്ലാം ഇരിക്കുക. എന്നെ എതിരേൽപ്പാൻ വെള്ളവസ്ത്രം ധരിച്ച ദൂതന്മാർ വരുന്ന കാഴ്ച നീ കണ്ടോ? അവർ വന്നാൽ ഈ വീട്ടിലിരിക്കാൻ ഈ കട്ടിലല്ലാതെ വേറൊരു സ്ഥലം അവർക്കില്ല. അവരിയ്ക്കാൻ വേണ്ടി എന്റെ കിടക്കയുടെ ഭാഗം ഞാൻ മാറ്റിയിട്ടിരിക്കുന്നു. ഇത് പറഞ്ഞപ്പോൾ ഈ ഭക്തനായ മനുഷ്യൻ പാടിയ പാട്ട്, ശുഭ്രവസ്ത്രധാരിയ എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ
എന്റെ പ്രിയന്റെ എന്റെ മരണമല്ലേ ഇടയാറുകളിൽ പാർത്ത ഭക്തനായ മനുഷ്യൻ മരിക്കുന്നതിന് തൊട്ടു മുമ്പ് മക്കളോട് പറഞ്ഞു, മക്കളെ ചുറ്റും നിന്ന് പ്രാർത്ഥിക്കുക, പാട്ടുപാടല്ലോ. മക്കൾ ശ്രുതിമധുരമായ നിലയിൽ ഗാനങ്ങൾ ആലപിച്ചപ്പോൾ ഭക്തനായ മനുഷ്യൻ അദ്ദേഹത്തിന്റെ ബലഹീനമായ കരം എടുത്ത് ഉയർത്തിയിട്ട് അദ്ദേഹം ആ പാട്ട് നിർത്തിയിട്ട് അദ്ദേഹം പാടിത്തുള്ളൂ. അദ്ദേഹം പാടിയത് എങ്ങനെയാണ്? വൈദികന്മാരുടെ ഇമ്പനാദം കേൾക്കുന്നു ഞാൻ അക്കരെ, വൈദികന്മാരുടെ ഇമ്പനാദം കേൾക്കുന്നു ഞാൻ അക്കരെ, കേൾക്കുന്നു കേൾക്കുന്നു ഞാൻ ഹല്ലേലൂയ ഗീതം കേൾക്കുന്നു. ഈ സഹോദരന്മാരും ഒക്കെ ഇവിടെ നിന്ന് സുന്ദരമായി വായിക്കുന്നതിനേക്കാൾ ഇമ്പസ്വരത്തിൽ ആ ഭക്തൻ പറയുക, വൈദികന്മാർ വീണ വീട്ടുന്ന സൗണ്ട് ഞാൻ കേൾക്കുന്നു കേൾക്കുന്നു ഹല്ലേലൂയ ഗീതം കേൾക്കുന്നു. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയാം, ഞാൻ എന്തെയും ഇവിടുന്ന് നിത്യത്തിലേക്ക് മാറ്റം ചെയ്യപ്പെടുമ്പോൾ അവിടെ ആനന്ദമാണ്. വൈദികന്മാർ വീണ വീട്ടുന്നത് പോലെ ഇന്ന് രാത്രി ഇതല്ലേ പ്രിയരെ നമ്മുടെ അകത്ത് വെളിപ്പെടേണ്ടുന്ന വെളിപ്പാട്. പക്ഷെ ദൈവസഭയ്ക്ക് ഈ വെളിപ്പാട് നഷ്ടപ്പെട്ടു. സമ്പത്തിന്റെ പുറകെ പോയി, സ്ഥാനത്തിന്റെ പുറകെ. ഞാൻ വളരെ വേദനയോടെ കാര്യം പറഞ്ഞു. ഇന്നേക്ക് ഏകദേശം 2 വർഷത്തിന് മുൻപ് എന്തുകൊണ്ടാണ് എന്റെ മിനിസ്ട്രി ഈ ശൈലിയിലേക്ക് മാറിയതെന്ന് ഞാൻ പറയുന്നത്. 2 വർഷത്തിന് മുൻപ് തിരുവനന്തപുരം സ്വിമ്മിംഗ് പൂളിനടുത്തുള്ള പാളയം PMG ചർച്ചിന്റെ ഒരു മീറ്റിംഗിൽ ഞാൻ പ്രസംഗിച്ചു. അന്നത്തെ മീറ്റിംഗ് കഴിഞ്ഞ് രാത്രിയിലെ മീറ്റിംഗിന് വേണ്ടി അവിടുത്തെ 4ാമത്തെ നിലയിലുള്ള ഗസ്റ്റ് റൂമിലേക്ക് ഞാൻ കയറി പോകുമ്പോൾ വിക്രം സാരാഭായി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 4ാം വർഷ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി സാനു സണ്ണി എന്ന് പറയുന്ന ഒരു മോൻ എന്നോടൊപ്പം ഗസ്റ്റ് റൂമിലേക്ക് കയറി വന്നു. സ്ഥിരമായി ആ ചർച്ച വിസിറ്റ് ചെയ്യുന്നതുകൊണ്ട് അവിടുത്തെ കുഞ്ഞുങ്ങളുമായി പലരുമായിട്ട് നല്ല ബന്ധമുണ്ട്. ഞാൻ അവിടെ കയറി ചെന്നപ്പോൾ അവരുടെ ലാപ്ടോപ്പുമായിട്ട് വന്നിട്ട് പറഞ്ഞു, ഞങ്ങളെ ഒരു വീഡിയോ കാണിക്കാം. ഞാൻ പറഞ്ഞു കാണിക്കാം. 3 മിനിറ്റ് 49 സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ എന്നെ കാണിച്ചു. ആ വീഡിയോയുടെ കണ്ടന്റ് എന്താണെന്ന് അറിയാം? ഇതുപോലൊരു സദസ് ഒരു പാസ്റ്റർ നിന്ന് പ്രസംഗിക്കുന്നു. പാസ്റ്റർ പ്രസംഗിക്കവേ പൊടുന്നനവേ ഒരു മുഴക്കം കാക്കട. ആ സഭയിലെ 85% ആളുകൾ എടുക്കപ്പെട്ടു. 15% ആളുകൾ ഇവിടെ ശേഷിച്ചു. ഞാൻ ആ വീഡിയോ പിന്നെയും സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരിക്കുമ്പോ ശേഷിച്ചവർക്ക് മനസ്സിലായി എന്താ സംഭവിച്ചത്. അവരിൽ ചിലർ ബൈബിൾ മുഖത്ത് പൊത്തിപ്പിടിച്ച് കരയുന്നു, മറ്റു ചിലർ തറയിൽ കവിണ് കിടക്കുന്നു, വേറെ ചിലർ ഭ്രാന്ത് പിടിച്ചതുപോലെ ഓടുന്നു. അത് കണ്ടപ്പോൾ എനിക്കൊരു വല്ലാത്ത അസ്വസ്ഥത തോന്നി. ഞാൻ പറയും ആദ്യം നിർത്തിയേക്കാം. അടുത്ത 3.5 മണിക്കൂർ ഞാൻ കരഞ്ഞു. എടുക്കപ്പെട്ടു, ശേഷിച്ചവരുടെ മാനസിക വിഭ്രാന്തി എന്നെ വല്ലാതെ സ്പർശിച്ചു. ഞാൻ കർത്താവിനോട് പറഞ്ഞ ഒരു വാക്ക്, കർത്താവ് എന്നെ കൊണ്ടുപോകാതെ പോകരുത്, എന്നെ കൊണ്ടുപോകാതെ പോകരുത്. ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കും, പാസ്റ്റർ നിങ്ങൾ പോകത്തില്ലേ? പോകുമെന്ന് എന്റെ ഉറപ്പ്. പക്ഷേ പൗലോസിന്റെ ഒരു വാക്ക് എന്നെ ഭയപ്പെടുന്നു. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, ഫിലിപ്പിലെ 3-ാം അധ്യായത്തിൽ, ഇങ്ങനെ വല്ലവിധേനെ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ച് പൗലോസ് പറയുന്നു, വല്ലവിധേനെ ഒന്ന് പ്രാപിക്കേണ്ടത്. പൗലോസിന് മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം വല്ലവിധേനയാണെങ്കിൽ ആരും അറിയാത്ത ഒരു കൊച്ചു പ്രസംഗനായി എന്റെ കാര്യവും ഞാൻ പറയട്ടെ, ഇവിടത്തെ എന്തിനും ഒരു സെക്കൻഡ് ചാൻസ് ഉണ്ട്. എന്റെ ഇന്നത്തെ പ്രസംഗം ശരിയായില്ലെങ്കിൽ നാളെ പ്രസംഗിച്ച് ശരിയാക്കാം. ഇന്നത്തെ ഈ സഹോദരന്മാരുടെ പാട്ട് ശരിയായില്ലെങ്കിൽ നാളെ പാടി ശരിയാക്കാം. പണിത വീട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇടിച്ചു കളഞ്ഞ് വേറൊന്ന് പണിയാം. വാങ്ങിയ വാഹനം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വിട്ടിട്ട് മറ്റൊന്ന് വാങ്ങാം. പക്ഷെ കർത്താവിന്റെ വരവിൽ എടുക്കപ്പെട്ടില്ലെങ്കിൽ എന്താണ് സെക്കൻഡ് ചാൻസ്? അതുകൊണ്ടാണ് ഞാൻ ദൈവത്തോട് പറഞ്ഞത്, എന്നെ കൊണ്ടുപോകാതെ പോകരുത്.
കർത്താവ് വന്ന് പോയിട്ട് ഞാനും നിങ്ങളെ ഇവിടെ ഉണ്ടെങ്കിൽ സ്വപ്നം കാണാൻ കഴിയും അങ്ങനെ ഒരു കാര്യം. കർത്താവ് വന്ന് പോയി മറുമാസം നമ്മൾ ആരെങ്കിലും ഒക്കെ ഇവിടെ ഉണ്ട് ചിന്തിക്കാൻ കഴിയും. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ് എന്നെ കൊണ്ടുപോകാതെ പോകരുത്. അതിനുള്ള ചാൻസ് എല്ലാവരും ദിവസം എഴുന്നേറ്റുന്നതാണ്. എന്നെ കൊണ്ടുപോകാതെ പോകരുത് എന്നൊക്കെ പറഞ്ഞാൽ വായിത്തു എന്നെ കൊണ്ടുപോകാതെ പോകും. ഞാൻ ഈ കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എന്റെ അകത്ത് വന്ന ഒരു പഴയ പാട്ടുണ്ട്. ലോകം വേണ്ട എനിക്കൊന്നും വേണ്ട എന്റെ താരന്റെ സന്നിധിയിലും ചേർന്നാൽ മതി. എല്ലാം കണ്ണുകൾ അടച്ച് ലോകം വേണ്ട എനിക്കൊന്നും വേണ്ട എന്റെ താരന്റെ സന്നിധിയിലും ചേർന്നാൽ മതി. ലോകം ലോകം ഹൃദയത്തിൽ നിന്ന് പറഞ്ഞേ, ഹൃദയത്തിൽ നിന്ന് പറഞ്ഞേ. നിങ്ങൾക്ക് ആ വാക്കുകൾ കരയാതെ ഉച്ചരിക്കാൻ കഴിയത്തില്ല. നിങ്ങളൊരു തികഞ്ഞ ആത്മീകനാണെങ്കിൽ നിങ്ങൾക്ക് അത് കരയാതെ ആ വാക്കുകൾ ഉച്ചരിക്കുവാൻ കഴിയത്തില്ല. ഇന്ന് രാത്രി പറ, വീട്ടിൽ ചോദിക്കുന്നില്ല, തൊഴിൽ ചോദിക്കുന്നില്ല, ഏറ്റവും വലിയ വീട് ചോദിക്കുന്നില്ല, ഏറ്റവും വലിയ ജോലി ചോദിക്കുന്നില്ല, ഏറ്റവും വലിയ കാർ ചോദിക്കുന്നില്ല. ഞാൻ ഒന്ന് മാത്രമേ ചോദിക്കുന്നുള്ളൂ. എനിക്ക് ലോകം വേണ്ട, എനിക്കൊന്നും വേണ്ട, എനിക്ക് താരന്റെ സന്നദ്ധിയിലൊന്ന് ചേർന്നാൽ മതി. കർത്താവേ, നിന്റെ വരവിക്കൽ ഞാൻ കൈവിടപ്പെട്ടു പോകരുത്. ആ തേജസ്സിന്റെ വെളിപ്പാട് എനിക്ക് താ. വായി തുറക്കുക, വായി തുറക്കുക. എനിക്ക് തേജസ്സിന്റെ വെളിപ്പാട് താ. എനിക്ക് തേജസ്സിന്റെ വെളിപ്പാട് താ. വർഷങ്ങളുടെ പഴക്കമുള്ള ആത്മീക ജീവിതം ഞാൻ നയിക്കുന്നു. പക്ഷേ എനിക്ക് ഇപ്പോഴും അറിയത്തില്ല ഞാൻ എടുക്കപ്പെടുമ്പോഴുണ്ട്. ഇന്ന് രാത്രി എനിക്ക് ഉറപ്പ് താർന്ന, ഇന്ന് രാത്രി എനിക്ക് നിശ്ചയം താർന്ന, നിന്റെ വരവിൽ എടുക്കപ്പെടാതിരിക്കത്തക്ക വിധത്തിൽ എന്റെ ജീവിതത്തിന്റെ പരാതികളൊന്നും നിൽക്കുവാനുള്ള വരുന്നേ. ഈ രാത്രിയിൽ നീതീകരണം പ്രാപിച്ച് വിശുദ്ധീകരണത്തിൽ തുടർന്ന് എങ്ങനെയെങ്കിലും ഒന്ന് എടുക്കപ്പെടുവാൻ ജീസസ്. ആ നിത്യതയുടെ സന്തോഷം എന്താണെന്ന് അറിയാമോ? വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം മുഴുവൻ എന്താണ് പറയുന്നത്? ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ മസ്കറ്റിൽ ഒരു മീറ്റിംഗിന് വേണ്ടി പോകാൻ തയ്യാറെടുക്കുന്ന സമയത്ത് ഞാനും എന്റെ ഫാമിലിയുമായി ബൈക്കിൽ ഞങ്ങളുടെ ചർച്ചിലെ വീടുകൾ വിസിറ്റ് ചെയ്തിട്ട് രാവിലെ 3 മണിക്ക് എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം. രാത്രി 7 മണിക്ക് ഞങ്ങളുടെ ചർച്ചിലെ ഒരു വീട് വിസിറ്റ് ചെയ്തിട്ട് ആ വീടിന്റെ ഉയർന്ന സ്ഥലത്ത് നിന്ന് ബൈക്കിൽ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ഞങ്ങളുടെ ബൈക്കിന്റെ ഫ്രണ്ടിൽ ഒരു പാമ്പെടുത്ത് കഴിഞ്ഞു. ബൈക്ക് സ്കിഡ് ചെയ്തു. ഞാനും വൈഫും 2 കുഞ്ഞുങ്ങളും കൂടെ ബൈക്കിൽ നിന്ന് മറിഞ്ഞ് താഴെ വീണു. എന്റെ ഫ്രണ്ടിൽ മോനുണ്ടായിരുന്നു, ബാക്കിൽ മോളുണ്ട്, അതിന്റെ ബാക്കിൽ വൈഫ്.
മോനെ നോക്കിയപ്പോ കുഴപ്പമില്ല, വൈഫിനെ നോക്കിയപ്പോ കുഴപ്പമില്ല, മോനെ നോക്കിയപ്പോ കൈ ഇസഡ് പോലെ ഇരിക്കുക, 3 ആയി പൊടിഞ്ഞു പോയി. പെട്ടെന്ന് കാർ കൊണ്ടുവന്നു. ഞങ്ങൾ അവളെ അടൂര് ഹോസ്പിറ്റലിലേക്ക് പെട്ടെന്ന് കൊണ്ടുപോകും. എനിക്ക് മീറ്റിംഗിന് പോയേ പറ്റത്തുള്ളൂ. രാവിലെ 7 മണിക്ക് ചെന്നാൽ 10 മണിക്ക് അവിടുത്തെ മീറ്റിംഗ് ആരംഭിക്കുന്നു. എനിക്കറിയാം കൈ ഒടിഞ്ഞു പോയാൽ സർജറി ചെയ്തേ പറ്റത്തുള്ളൂ. അറിയാതെ എന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ഒഴുകിയിരിക്കുന്നു. എന്റെ കണ്ണിൽ നിന്ന് നിറഞ്ഞ് ഒഴുകിക്കൊണ്ടേയിരുന്നപ്പോൾ എന്റെ മോള് ചെയ്തെന്താണെന്നറിയാമോ? അവരുടെ ഒടിഞ്ഞ വലത് കൈ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് അവരുടെ ഇടത് കൈ എടുത്ത് എന്റെ കണ്ണുനീർ ഇങ്ങനെ തുടങ്ങിയ കർത്താവ് എന്നോട് സംസാരിക്കാൻ തുടങ്ങി. എടാ, ഈ ഭൂമിയിലെ ജീവിതം ഇതാണെങ്കിൽ നിത്യത എന്തായിരിക്കും? ഒരുപാട് പുസ്തകം നിത്യതയെ കുറിച്ച് പറയുന്നത് ദൈവത്താൽ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊക്കെയും തുടച്ചു കളയും. ഇവിടെ നിന്റെ കണ്ണുനീര് പല സന്ദർഭങ്ങളിൽ തുടങ്ങുന്നത് നിന്റെ കൊച്ചുകുഞ്ഞ് മമ്മി എന്തിനാ കരയുന്നത്, പപ്പ എന്തിനാ കരയുന്നതെന്ന് ചോദിച്ച് ചുമലിൽ പിടിച്ചു കുലുക്കി കരയണ്ട കരയണ്ട എന്ന് പറയുന്ന നിന്റെ കുഞ്ഞിന്റെ കൊച്ചു കൈയായിരിക്കും നിന്റെ കണ്ണുനീര് ഇവിടെ തുടയ്ക്കുന്നത്. എന്നാൽ അവിടെ 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 ബൈബിൾ പറയുന്നു ദൈവം അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊക്കെ തുടച്ചു കളയും. അവിടെ കണ്ണുനീര് തുടയ്ക്കുന്നത് എന്റെ കുഞ്ഞിന്റെ കൈയല്ല, സാക്ഷാൽ എന്റെ ദൈവത്തിന്റെ കൈ. അവിടെ ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിന്റെ കൂടാരം. ഞാനും എന്റെ കുടുംബവും ഒരു വീടിന്റെ അകത്ത് ഒന്നിച്ച് കഴിയുന്നത് പോലെ ഞാനും കർത്താവും ഒരുമിച്ച് കഴിയുന്ന ഇതാ നിത്യത. ഇന്ന് രാത്രി കർത്താവ് അത് നഷ്ടപ്പെടാൻ ഇടവരുന്നു. പ്രാർത്ഥിച്ച നമ്മൾ അവസാനിപ്പിക്കാൻ പോകും. ജീവപുസ്തകം തുറക്കുമ്പോൾ എന്റെ പേര് ഞാൻ മാത്രമല്ല എന്റെ കുടുംബത്തിൽ ആ എല്ലാവരുടെയും പേര് കാണണമെന്ന് പ്രാർത്ഥിച്ചാൽ ലക്ഷ്യത്തിൽ നിന്ന് തകർക്കുന്നതായി ഞങ്ങളുടെ മുൻപിൽ ഒന്നും ഉണ്ടാകരുത്. ഈ പ്രാർത്ഥനയ്ക്കകത്ത് നിങ്ങളുടെ കരത്തിലൂടെ അടുത്ത് നിൽക്കുന്നയാളുടെ കരത്തിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട ഒരു പ്രത്യേക നിറവുണ്ട്. ഈ രാത്രി പ്രാർത്ഥിക്കുക, യേശുവേ, വേറൊന്നും ഞാൻ ചോദിക്കുന്നില്ല, വിശ്വസ്തനായ എന്നെ ഒന്ന് നിർത്തണമേ, എന്നെ ഒന്ന് നിർത്തണമേ, വിശ്വസ്തനായ എന്നെ ഒന്ന് നിർത്തണമേ. വേറൊന്നും എനിക്ക് വേണ്ട, എന്നെ വിശ്വസ്തനാക്കണമേ, എന്നെ വിശ്വസ്തനാക്കണമേ. 2014 ഫാസ്റ്റിംഗ് പ്രയറിൽ ഞാൻ ചോദിക്കുന്നത് മാത്രമാണ്, മോശ പറഞ്ഞതുപോലെ നിന്റെ സാന്നിധ്യം തന്ന് എന്നെ വിശ്വസ്തനാക്കണമേ അപ്പാ. ഓ രാത്രി ഈ ഹോളിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നിൽക്കുന്ന മുഴുവൻ പ്രിയപ്പെട്ടവരെയും വന്ന് ഈ ജനങ്ങളുടെ സ്പർശനം അനുഭവിക്കട്ടെ. വിശാഖനും യാതൊരു സ്വാധീനങ്ങൾക്കും യാതൊരു പാപ സ്വഭാവങ്ങൾക്കും സ്വാധീനം തരുന്നു വൈകടിയാത്ത വിശ്വാസ ജീവിതത്തിൽ ശക്തിപൂർവമായ നിറവനുഭവിക്കുന്ന ഒരു കൂട്ടമായി തീരാൻ ഇന്ന് രാത്രി ഈ ജനങ്ങളുടെ വലിയ നിറവിന്റെ
അഭിഷേകത്തിന്റെ ഐക്യത ഇന്ന് രാത്രി ജനത്തിന്റെ അകത്ത് വ്യാപരിക്കട്ടെ. ഞങ്ങളെ കൈവിടരുത്, ഞങ്ങൾ കൈവിടപ്പെടത്തില്ല. ഞങ്ങളുടെ പേര് കാണും, ഞങ്ങളുടെ പേര് കാണും. സ്വർഗമേ, അങ്ങനെ ചെയ്യുന്നവന് നന്ദി പറയും, അങ്ങനെ ചെയ്യുന്നതിനാണ് നന്ദി പറയും. അബുദാബി എമറേറ്റ്സ് ഫെലോഷിപ്പിന് ഇന്ന് രാത്രി ഞാൻ അനുഗ്രഹിക്കുന്നു. ഈ ജനം അനുഗ്രഹിക്കണം, ഈ ജനത്തിലുള്ള സർവ്വതും അനുഗ്രഹിക്കണം. അവരുടെ ആത്മീക, ഭൗതിക, ശാരീരിക, മാനസിക മണ്ഡലങ്ങൾ ഇന്ന് രാത്രി അനുഗ്രഹിക്കണം. ആകാശത്തിലെ വിശേഷമഞ്ഞ് കൊണ്ട് താഴെ ഭൂമിയിലെ അകാമിലെ ജലം കൊണ്ടും മേൽത്തരമായ ഗോതമ്പിന്റെ അകക്കാറുകൊണ്ടും താറയുടെ കൈകൊണ്ടും പ്രതിമാസിക ചന്ദ്രനുള്ള വിശേഷ ഫലങ്ങൾ കൊണ്ട് ഇന്ന് രാത്രി അനുഗ്രഹിക്കണം. ഈ പരമ്പരയിൽ ഒരു വിശുദ്ധ കൂട്ടമായി കർത്താവ് എല്ലാവരെയും അവിടെ എല്ലാ മഹത്വം അവിടത്തേക്ക് തരുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാൽ